ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജെനുവിൻ പാരാനോർമൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു. ഞാൻ മരിച്ചുപോയോ, ഞാനിവിടെ നിൽക്കുകയും ചെയ്യുന്നു, എൻ്റെ ബോഡി കട്ടിലിൽ കിടക്കുകയും ചെയ്യുന്നു. ഈ പാരാനോർമലായിട്ടുള്ള ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. അല്ല, എനിക്ക് ആളുകളെയാണ് പേടി, ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയൊന്നുമില്ല. നമ്മുടെ യക്ഷി സങ്കല്പം, പിന്നെ ഒടിയൻ സങ്കല്പം, ഇതൊക്കെ ഒരു കാലത്ത് വളരെ ആവശ്യമായിരുന്നു. ഈ ഗോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലും ടൈം സ്ലിപ്പാണ്. നമ്മളെല്ലാം ഓരോ റോൾസ് പ്ലേ ചെയ്യാണ്. ഇതെല്ലാം പ്രിഡിറ്റർമെൻ്റ് ഡ്രാമയാണ്. ആ ഡ്രാമ നേരത്തെ എഴുതപ്പെട്ടിരിക്കുകയാണ്, നമ്മളിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആദ്യം ഈ എൻവയോൺമെന്റിനെ കുറിച്ച് തന്നെ ചോദിക്കാം. ഇത്തരം ഈ സിറ്റിയുടെ നടക്കെന്നല്ല, ഇത്രയും വീടുകൾക്കിടയിൽ ഇങ്ങനെ ഒരു പച്ചപ്പുള്ള ഒരു തുരുത്തിൽ ജീവിക്കാൻ എന്താ എൻ്റെ ഒരു പ്രേരണ? സ്ഥലം വാങ്ങിക്കുമ്പോൾ അവിടെ വീടൊന്നും ഇല്ലായിരുന്നു. ആ കോർണറിൽ ഒറ്റ വീടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ പിന്നെ വന്നതാണ്. സാർ, ഇത് ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥലമാണോ അതോ യു ജസ്റ്റ് ലെറ്റ് ഇറ്റ് ടു ബി? അല്ല, ഉണ്ടാക്കിയെടുത്തതാണ്. മിക്കവാറുമുള്ള എല്ലാം തന്നെ ഞാൻ പ്ലാൻ ചെയ്തതാണ്. ഭയം എന്ന് പറഞ്ഞൊരു വികാരം ഇല്ലേ? ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് താമസിക്കാനും അങ്ങനൊന്നും ഒരു പേടി ഉണ്ടായിട്ടില്ല? അല്ല, എനിക്ക് ആളുകളെയാണ് പേടി, ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയൊന്നുമില്ല. ഈ പ്രകൃതിയെ പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ വിചാരം. അല്ല, പ്രകൃതിയല്ല. ഇപ്പോൾ സാറ് പിന്നെ യു ആർ നോൺ ടു ബി ഒരു പാരാസൈക്കോളജിയിൽ വിദഗ്ധനായ ഒരാൾ. അതിൻ്റെ പല പല വശങ്ങൾ, അതൊരു പേടിപ്പെടുത്തുന്ന ഒരു സബ്ജക്റ്റാണ് പല. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിൽ ഈ പാരാനോർമലായിട്ടുള്ള ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ഇത്തരം ഒരു എൻവയോൺമെന്റ് ഏതെങ്കിലും തരത്തിൽ സാറിന്റെ ഒരു പ്രൊഫഷണൽ ലൈഫിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അതായത് ഒരു പാരാസൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് പാരാനോർമൽ ആക്ടിവിറ്റീസ് ഒബ്സർവ് ചെയ്യാനായിട്ട് ഇത്തരം ഒരു എൻവയോൺമെന്റിൽ ജീവിക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? എൻ്റെ മെയിൻ ഫീൽഡ് പാരാസൈക്കോളജി അല്ല, അത് ആളുകൾ വെറുതെ അങ്ങനെ പറയുന്നതാണ്. എൻ്റെ ശരിക്കുള്ള മൊത്തം ഫീൽഡ് ഹോളിഗ്രേറ്റീവ് സൈക്കോളജി എന്നാണ്. അതിൽ ഹോളിഗ്രേറ്റീവ് പാരാസൈക്കോളജി എന്നൊരു സെക്ഷൻ ഉണ്ട് എന്നേ ഉള്ളൂ. അതല്ല മെയിൻ. അത് ഹോളിഗ്രേറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിനെയും നമ്മുടെ പെരുമാറ്റത്തെയും ഒരുപാട് സംഗതികൾ ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം മൊത്തത്തിൽ കൺസിഡർ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഹോളിഗ്രേറ്റീവ് അപ്രോച്ച്. അത് ഹോളിസ്റ്റിക് ആൻഡ് ഇൻ്റഗ്രേറ്റീവ്. അതായത് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്കണോമിക് സിസ്റ്റം നമ്മുടെ വെൽബീയിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എൻവയൺമെൻറ്റ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെല്ലാം സമഗ്രമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു മനഃശാസ്ത്ര ശാഖയാണ് ഹോളിഗ്രേറ്റീവ് സൈക്കോളജി. അപ്പോൾ അതിനകത്ത് ഒന്നിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ മതം നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല. സാധാരണ സൈക്കോളജിക്കാർ മതത്തിൽ തൊടാറില്ല. ഈ സൈക്കോളജി ഓഫ് റിലിജിയൻ എന്ന് ഒന്ന് പേരുന്നുണ്ടെങ്കിലും അതിൽ സത്യം വല്ലതും ഉണ്ടോ? എന്തുകൊണ്ട് മനുഷ്യരെല്ലാം ഓരോ റിലിജിയനിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൊതുവെ സൈക്കോളജി അഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ ഹോളിഗ്രേറ്റീവ് സൈക്കോളജി ഇതെല്ലാം സ്ട്രൈറ്റായിട്ട് അഡ്രസ്സ് ചെയ്യുന്നു, സ്റ്റഡി ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ പാരാനോർമലായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ പാരാനോർമലായുള്ള ആക്ടിവിറ്റീസിന്റെ കാര്യത്തിൽ നമ്മുടെ സമൂഹത്തിന് എപ്പോഴും അതൊരു മിസ്റ്ററിയാണ്. അതെ, അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അതിനെക്കുറിച്ച് ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട്. എന്താണ് പാരാസൈക്കോളജി ഫോക്കസ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? പാരാനോർമൽ ആക്ടിവിറ്റി എന്നാൽ എന്താണ്? ഈ പാരാനോർമൽ ആക്ടിവിറ്റി എന്ന പേര് അടുത്ത കാലത്ത് ഒരു സിനിമയിൽ നിന്ന് വന്നതാണ്, ഒരു വെസ്റ്റേൺ സിനിമയിൽ നിന്ന്. അത് പോൾട്ടർഗൈസ്റ്റ് എന്ന് സാധാരണ പറയുന്ന കുട്ടിച്ചാത്തൻ്റെ ഉപദ്രവം, അതിനെയാണ് പാരാനോർമൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് വീട്ടിനകത്ത് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ മൂവ് ചെയ്യുക, കല്ല് വന്ന് വീഴുക, ഇതിനൊക്കെയാണ് പാരാനോർമൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്.
അത് ഈ പാരാനോർമൽ ഫിനോമിനയുടെ കൂട്ടത്തിൽ വളരെ ചെറിയ ഒരു കാര്യം മാത്രമാണ്. ഈ പാരാസൈക്കോളജി മെയിനായിട്ട് സ്റ്റഡി ചെയ്യുന്നത് കപ്പാസിറ്റീസാണ്. അതായത് ESPPK തുടങ്ങിയ കാര്യങ്ങൾ, നമ്മൾ സിദ്ധികളെന്ന് പറയുന്ന, ടെലിപ്പതി, അതെ, പ്രികോഗ്നിഷൻ. സർ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് കുട്ടിച്ചാത്തൻ എന്നൊരു സങ്കല്പം അത് റിലീജിയസ് ആയിട്ടും കണക്റ്റഡ് ആണ്, ഈ പറഞ്ഞ പോലെ പാരാനോർമൽ ആക്ടിവിറ്റിയിലും. അത്തരമൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ, കുട്ടിച്ചാത്തൻ ഉണ്ടോ? അതായത് ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ ജർമ്മനിയിൽ പോൾട്ടർ ഗൈസ്റ്റ് എന്നാണ് പറയുന്നത്. അതൊരു ജർമ്മൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം തന്നെ മിസ്ചിവസ് ഗോസ്റ്റ് എന്നാണ്. അതിൻ്റെ മലയാളമാണ് കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്. കാരണം ഒരു മിസ്ചിഫാണ്, കല്ല് വന്ന് വീഴുക, തന്നെ തീ പിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാകുന്നത് ഒരു സൈക്കോളജിക്കലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒന്നും അതിലധികം ആളുകളാണ് ഇതിൻ്റെ ഫോക്കസ്. അപ്പോൾ അവരുടെ മാനസിക പ്രശ്നം മൂലമാണ് ഇത് സംഭവിക്കുന്നത്. അല്ലാതെ വെളിയിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്പിരിറ്റ് വന്നാണ് ഇത് ചെയ്യുന്നതെന്നൊരു അസംഷൻ ഇല്ല. അപ്പൊ ഇപ്പൊ ഒരു കല്ല് വന്ന് വീഴുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ നമ്മൾ ഈ അതെ പറയുന്നത്. അതെ, അതിനെ എങ്ങനെയാ സർ സയന്റിഫിക്കലി നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? അത് സൈക്കോ കൈനസിസ് എന്നാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. അതായത് മൈൻഡ് ഓൺ മാറ്റർ. ഇപ്പം നമ്മൾ ഹീലിങ്, ചില ആളുകളുടെ ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ അവരുടെ സൈക്കോ കൈനറ്റിക് എബിലിറ്റി ഉണ്ടോ, വേറൊരാളുടെ സൈക്കോ കൈനറ്റിക് എബിലിറ്റി ഉണ്ടോ മാറിയെന്ന് വരും. അതിപ്പോൾ പ്രാണിക് ഹീലിംഗ്, റേക്കി എന്നൊക്കെ പറയുന്നു. ഇതെല്ലാം സൈക്കോ കൈനസിസിനകത്ത് വരുന്നതാണ്, മൈൻഡ് ഓൺ മാറ്റർ. ബേസിക്കലി എനർജി ട്രാൻസ്ഫർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. സൈക്കോകൈനസിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡിൻ്റെ പവർ കൊണ്ട് ഐ എം ആക്ച്വലി മേക്കിംഗ് സംതിങ് happen. A physical change caused by psychological means. That means I just need to sit here and if I can control a material object, അതെ അതെ, does it really happen that way? അതെ ഉണ്ട്. പോസിബിൾ ആണോ എന്നുള്ളത്. കാരണം സാർ പറഞ്ഞതനുസരിച്ച് എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല, നമ്മൾ വൾണറബിൾ ആയിരിക്കുന്നതുകൊണ്ട് നമ്മളുടെ സൈക്കിക് ആക്ടിവിറ്റി കൊണ്ടാണ് ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ പാരാസൈക്കോളജി പറയുന്നില്ല. പക്ഷേ സാധാരണ ഈ പോൾട്ടർ ഗൈസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ആ വീട്ടിലുള്ള മിക്കവാറും ഒരു അഡോളസൻ്റ് ആയിരിക്കും. അയാളാണ് അതിൻ്റെ ഏജൻറ്റ് എന്നുള്ള വാക്കാണ് സാറിന് ഉപയോഗിക്കുന്നത്. അയാളെ അവിടെ നിന്ന് മാറ്റുമ്പോൾ പ്രശ്നമില്ല, അയാൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് മാത്രമല്ല ഈ എക്സ്പീരിയൻസ് വരാൻ പാടുള്ളൂ, അയാൾ അറിയുന്ന പോലെ ഇല്ല. അപ്പൊ ഈ ബാധ കൂടി എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് ആണോ? അപ്പൊ ഈ ബാധ കൂടിയ കേസ് എല്ലായിടത്തും പോൾട്ടർ ഗൈസ്റ്റ് സംഭവിക്കണമെന്നില്ല. അതിൻ്റെ ഒരു പ്രത്യേക വകഭേദമാണിത്. ഞങ്ങൾ ഇന്നലെ ഇക്കാര്യം ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഈ ബാധ കൂടി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആണല്ലോ, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. അത് സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ പറയുന്ന സൈക്കിക് ആയതുകൊണ്ട് സംഭവിക്കുന്നതാണോ, അതോ അത് ഒരു മാനസിക വിഭ്രാന്തി മാത്രമാണോ? അതായത് ഒരാൾക്കൊരു മാനസിക പ്രശ്നം ഉണ്ടാകുമ്പോൾ പല ലെവലിലെ കാര്യങ്ങൾ സംഭവിക്കാം. ഇപ്പം ആദ്യത്തെ ലെവലെന്ന് പറയുന്നത് ഹിസ്റ്റീരിക്കലാണ്. അതാണ് ഈ ബാധ എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ഒരു വീട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ അവിടുത്തെ സാഹചര്യം ഈ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് കുറേയൊക്കെ സഹിക്കുന്നതിൻ്റെ അപ്പുറമാകുമ്പോൾ പെട്ടെന്ന് ഈ പെൺകുട്ടി വേറൊരാളിനെ പോലെ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളിതൊരു ഹിസ്റ്റീരിക് മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. ചിലപ്പോൾ ഈ ലെവലിലും നിന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് പാരാനോർമൽ ലെവലിലേക്ക് പോകും. അപ്പോഴാണ് വീടിൻ്റെ പുറത്ത് കല്ല് വന്ന് വീഴുക, ഭക്ഷണ സാധനങ്ങളിൽ അമേദ്യം വന്ന് വീഴുക, ഇങ്ങനെയുള്ളത്, തുണികൾ തന്നെ കീറുക, ചിലപ്പോൾ തീ പിടിക്കുക. അപ്പോൾ ഇത് വേറൊരു ലെവലാണ്. അതായത് ഹിസ്റ്റീരിക് ലെവലിൽ ഈ ഉള്ളിലുള്ള അമർഷം എക്സ്പ്രസ്ഡ് ആകുന്നില്ലെങ്കിൽ ആണ് ഈ ഒരു ലെവലിലേക്ക് പോകുന്നത്. അത് സാധാരണ അപൂർവമാണ്, പ്രത്യേകിച്ച് ഇക്കാലത്ത്. പക്ഷേ പണ്ട് ഇത് കുറച്ചുകൂടെ കോമൺ ആയിരുന്നു. ഇപ്പോൾ ആളുകളുടെ ടെമ്പർമെൻറ്റ് മാറിപ്പോയി. ഒരു ഹിസ്റ്റീരിക് ടെമ്പർമെൻ്റ് അല്ല.
ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു വീട്ടിൽ കല്യാണം കഴിച്ച് വന്നു, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നേരെ പെടുന്ന വക്കീലിനെ പോയി കാണുകയാണ് ഡൈവോഴ്സ് വേണമെന്ന്. ബാധ കയറിയല്ല. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു ഡിഫൻസിൻ്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെയാണ് സാർ പറഞ്ഞ, പണ്ട് ഇതുപോലൊരു സിനിമ വന്നിട്ടുണ്ട് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞു. അതിൽ ആ ഫീമെയിൽ ക്യാരക്ടറിന് ഇതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ഉണ്ടാവുന്നത്. പക്ഷെ ഷീ ഈസ് റിലേറ്റിംഗ് ഇറ്റ് ടു സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ബിഫോർ ഇൻ ദാറ്റ് പ്ലേസ്. അതൊരു പാരാനോർമൽ ഇൻവോൾവ്മെന്റ് അതിൽ വന്നു. അതായത് നമ്മൾ ഡിസ്ട്രസ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ ഈ പാരാനോർമൽ പാത്വേസ് ഓപ്പൺ അപ്പ് ആകും. ഈ പാരാനോർമൽ പാത്വേസ് എന്ന് പറഞ്ഞാൽ എന്താണ് സർ? അത് ESP, PK ഇത് രണ്ടുമാണ്. ദാറ്റ് ഈസ് ദേർ ഇൻ എവറി ഹ്യൂമൻ ബീയിങ്. പൊട്ടൻഷ്യലി ഇറ്റ് ഈസ് ദേർ ഇൻ എവറി ഹ്യൂമൻ ബീയിങ്. സാധാരണ നമ്മൾ തന്നെയാണ് അത് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ നോഷൻ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത് ഇവരുടെ റെഗുലാരിറ്റീസിൽ ബേസ് ചെയ്തുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസമൊക്കെ കൊണ്ട് നമ്മൾ ആ ഒരു റിയാലിറ്റിയാണ് റീഇൻഫോഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തന്നെ അതൊക്കെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ പണ്ട് ഈ പാരാനോർമലായിട്ടുള്ള 10 വയസ്സ് എളുപ്പം ഓപ്പൺ അപ്പ് ആവുമായിരുന്നു. ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല. സാർ, ഇത് നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് അത് മെഷർ ചെയ്യാനോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ പറ്റുമോ? അല്ല, അതാണ് പാരാസൈക്കോളജി ചെയ്യുന്നത്. പക്ഷേ ഹൗ ഡു യു എക്സ്പ്ലെയിൻ ഒരു 13 വയസ്സുള്ള ഹിന്ദു പെൺകുട്ടി പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ 90 വയസ്സുള്ള ഒരു മുസ്ലിം അമ്മൂമ്മയായിട്ട് സംസാരിക്കുന്നു, വേറൊരു ഭാഷ സംസാരിക്കുന്നു, വേറൊരു കൾച്ചർ ശീലിക്കുന്നു, വെജിറ്റേറിയൻ ആയിരുന്ന ആൾ പെട്ടെന്ന് നോൺ വെജ് കഴിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അവിടെ പലരുടെയും പരിചയമുണ്ട് എന്ന് പറയുന്നു. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? അത് ഒരാൾ ഡിസ്ട്രസ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ പാരാനോർമലായിട്ടുള്ള 10 വയസ്സ് ഓപ്പൺ അപ്പ് ആയെന്ന് വരാം. അപ്പോൾ പണ്ട് അവിടെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജീവിച്ചിരുന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ മെമ്മറി ഇയാളെ ആക്സസ് ചെയ്തെന്ന് വരാം. അതെങ്ങനെ ആക്സസ് ചെയ്യുന്നത്? അല്ലാതെ ബൈ റെസണൻസ്. നമ്മളെപ്പോലെ മെൻ്റൽ മേക്കപ്പുള്ള ഒരാൾ ഏതെങ്കിലും കാലത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അതുമായിട്ടൊരു ബന്ധം കാണും, നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പം നമ്മൾ ഡിസ്ട്രസ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ അത് കൂടുതൽ ആക്റ്റീവായെന്ന് വരാം, ഫങ്ഷണലായെന്ന് വരാം. ചെറിയ കുട്ടികൾ, ഇപ്പോൾ 3-4 വയസ്സുള്ള കുട്ടികൾ, സാർ ഇപ്പോൾ ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു. പക്ഷെ 3-4 വയസ്സുള്ള കുട്ടികളൊക്കെ വേറെ ഭാഷ സംസാരിക്കുക, അപ്പൊ അവരൊന്നും ഡിസ്ട്രസ്ഡ് ആവുന്നത് കൊണ്ടായിരിക്കില്ലല്ലോ അതുണ്ടാവുക. അല്ല, ഇപ്പോൾ ഈ തീരെ കൊച്ചു കുട്ടികൾക്ക് കുറച്ചുകൂടെ ഈ സൈക്കിക് ഫാക്കൽറ്റിയുമായിട്ട് ആക്സസ് ഉണ്ട്. ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ അടുത്ത് താമസിക്കുന്ന ഒരാൾ വന്ന് പറഞ്ഞു, തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടി, തീരെ കൊച്ചു കുട്ടിയാണ്, 2-3 വയസ്സേ ഉള്ളൂ, അത് എന്തോ ഒക്കെ ഇങ്ങനെ എഴുതുന്നു. എൻ്റെ അമ്മ ബാങ്ക് മാനേജറാണ്. അമ്മ നോക്കുമ്പോൾ എപ്പോഴും ഈ കുട്ടി ഇങ്ങനെ ഒരേപോലെ എഴുതുന്നു. അപ്പോൾ നീ എന്താണ് എഴുതുന്നതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഇത് റൂസിയാണ്. ഇതെന്താണ് റൂസി എന്ന് ചോദിച്ചപ്പോൾ പിടികിട്ടുന്നില്ല. അപ്പോൾ അമ്മ നോക്കിയപ്പോൾ ഏതാണ്ട് ലെറ്റേഴ്സ് പോലെയാണ്, പക്ഷേ ഇംഗ്ലീഷല്ല, വേറെ ഏതോ ഭാഷ പോലെ. ഇത് പലരെയും കാണിച്ച് അവസാനം റഷ്യനായിരുന്നു. അപ്പോൾ റഷ്യൻ എന്നുള്ള പേര് റഷ്യൻ ഭാഷയിൽ പറയുന്നതാണ് റൂസി. അപ്പോൾ ഇത് റഷ്യൻ അറിയാവുന്ന ഒരാളിനെ കൊണ്ട് കാണിച്ചപ്പോൾ റഷ്യൻ ആൽഫബറ്റ് കുട്ടി കറക്റ്റായിട്ട് എഴുതിയിരിക്കുകയാണ്, എല്ലാ അക്ഷരങ്ങളും. അപ്പോൾ ഈ അമ്മയ്ക്ക് എന്നെ കൊണ്ടുവന്ന് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡ് ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് ഇവർ താമസിക്കുന്നത്. ഗ്രാൻഡ് പാരൻസ് പറഞ്ഞ് ഇത് ഒരു ഇഷ്യൂ ആക്കണ്ട, അത് കുട്ടിയെ ചിലപ്പോൾ ദോഷമായിട്ട് ബാധിക്കും, ഇതങ്ങ് ഇഗ്നോർ ചെയ്താൽ മതി. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ് ഹസ്ബൻഡ് വരട്ടെ. അപ്പോൾ എൻ്റെ ഫ്രണ്ടും ആ സ്ത്രീയുമായിട്ട് പരിചയമുണ്ട്. ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ജോർജ് മാത്യു സാറിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ മൈൻഡ് മുമ്പ് റഷ്യയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ആളുടെ മൈൻഡുമായിട്ട് വളരെ സിമിലറായിരിക്കും. അപ്പോൾ അത് നാച്ചുറലായിട്ട് ബൈ റെസണൻസ് അയാളുടെ മെമ്മറിയൊക്കെ കുട്ടിക്ക് കിട്ടിയെന്ന് വരും. അല്ല, സോൾ എന്ന് പറയുന്നത് അൾട്ടിമേറ്റാണ്. മൈൻഡ് എന്ന് പറയുന്നത് സോള് ക്രിയേറ്റ് ചെയ്യുന്ന വേറൊരു ഫങ്ഷണലായിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത്.
പൊതുവിൽ എല്ലായിടത്തും പറയുന്നത് ESP ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഒരു സാധാരണ മനുഷ്യൻ എന്താണ് ESP എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ESP എന്ന് പറയുന്നത് എൻ്റെ ഫുൾ ഫോം എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നാണ്. സാധാരണ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെയാണ്, പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറയുന്നത്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ വാസ്തവത്തിൽ ESPയെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം സാധാരണ നമ്മുടെ എഡ്യൂക്കേഷനെല്ലാം ഈ പഞ്ചേന്ദ്രിയങ്ങൾ സെൻറ്റേർഡാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുന്നു. അപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കോളേജ് എഡ്യൂക്കേഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളിത് മാത്രമാണ് റിയാലിറ്റി എന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ മറ്റേതിന് നമ്മൾ സപ്രസ് ചെയ്യുകയാണ്. ഈ ഒരു എഡ്യൂക്കേഷനും കൂടെ ഇല്ലാത്തവർക്കാണ് പൊതുവെ ESP ഒക്കെ വർക്ക് ചെയ്യാൻ കൂടുതൽ സാധ്യത. കാരണം അവരിങ്ങനെ ഒരു മോഡേൺ ലീനിയർ എഡ്യൂക്കേഷനിൽ കൂടെ വരാത്തതുകൊണ്ട് അവരുടെ മൈൻഡിൽ ESP ഒക്കെ വർക്ക് ചെയ്യാൻ കൂടുതൽ സാധ്യതയുണ്ട്. ലിമിറ്റ് ചെയ്യുന്നില്ല. വേറെ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാ സമൂഹത്തിലും എല്ലാ മനുഷ്യർക്കും പണ്ട് മുതൽ നമ്മൾ ആന്ത്രോപോളജിക്കലി എടുക്കുമ്പോഴത്തേക്കും പ്രകൃതിയെക്കുറിച്ചൊരു പേടി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം അത് നമ്മൾ സയൻസ് വളരുന്നതനുസരിച്ച് ആളുകൾക്ക് ആ ഒരു പേടി വേറെ രീതിയിലോട്ട് മാറും. ഇപ്പം വിശ്വാസം വരുന്നതും അതൊക്കെ ആ ഒരു അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതല്ലേ. ഇപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞാൽ അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അതായിക്കൂടെ, അവരുടെ പേടിയിൽ നിന്നോ അവരുടെ കൺസേണിൽ നിന്നോ അവർ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളായിക്കൂടെ. ESP, PK ഇതൊക്കെ ഉള്ള ആളുകളെ ഞാൻ കുറേ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് 2 ടൈപ്പുണ്ട്. ഒന്ന് ഡിസ്ട്രെസ് കൊണ്ട് വരുന്നവരുണ്ട്, ഭയങ്കരമായിട്ടുള്ള അവരെ ഡിസ്ട്രെസ്ഡ് ആക്കുന്ന എക്സ്പീരിയൻസിൽ കൂടെ വരുന്നവർക്ക് ചിലപ്പോൾ ഇത് വരാം. അത് മെൻ്റൽ ട്രോമയിൽ കൂടെ ഇത് ഓപ്പണപ്പ് ആകും. നേരെ റിവേഴ്സായിട്ട് കംപ്ലീറ്റ് ഒന്നിനെയും പേടിയില്ല, ഒരു വിഷമവുമില്ല, അങ്ങനെയുള്ളവർക്ക് ഇത് സംഭവിക്കാം. ഈ രണ്ടാമത്തെ ടൈപ്പ്, അതായത് ഈ മൈൻഡ് കൂടുതൽ സ്റ്റേബിൾ ആകുന്നത് കൊണ്ട് ESP വരുന്നവർക്ക് അതിൽ കൂടുതൽ കൺട്രോൾ ഉണ്ടായിരിക്കും, മറ്റവർക്ക് ആ കൺട്രോൾ കാണത്തില്ല. ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. സർ, ഈ അതീന്ദ്രിയ ജ്ഞാനമുള്ളവർക്ക്, അതായത് ഈ 5 സെൻസ് അല്ലാതെ ഉള്ളവർക്ക്, ഇവർക്ക് മാത്രമാണോ പാരാനോർമൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്? അല്ല. നമ്മളുടെ സർവേസ് കാണിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി 1/3 ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജെനുവിൻ പാരാനോർമൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഏതാണ്ട് 10 പേരുണ്ട്. അപ്പോൾ 1-2 പേർക്ക് ഒരു ജെനുവിൻ പാരാനോർമൽ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിക്കാണും. ശരിക്കും എന്താണ് സാർ ഈ പാരാനോർമൽ എക്സ്പീരിയൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നമ്മുടെ എവരുടെ റെഗുലാരിറ്റീസിന് അപ്പുറമുള്ള അനുഭവം. പ്രേതം അതും ഇതിനകത്ത് വരും. പക്ഷേ മെയിനായിട്ട് അതല്ല. മെയിനായിട്ട് ESPയും PKയുമാണ്. അതായത് നമ്മൾ സ്വപ്നം കാണുന്നത് അതേപോലെ നടക്കുക, പിന്നെ വേറൊരാളുടെ മനസ്സിലുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാൻ സാധിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ അതൊക്കെയാണ്. ഈ പാരാനോർമൽ ആക്ടിവിറ്റിന്ന് അങ്ങനെ ഒരു വേർഡ് നമ്മൾ ഉപയോഗിക്കാറില്ല. അതേ ഒരു അമേരിക്കൻ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ പാരാനോർമൽ എക്സ്പീരിയൻസ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഈ സ്വപ്നം കാണുന്ന പോലെ നടക്കുക, അതൊക്കെയാണ് പാരാനോർമൽ എക്സ്പീരിയൻസ്. അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അതായത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുന്നതേ ഉള്ളൂ. നമ്മളൊരു 100 സ്വപ്നം കാണുമ്പോഴത്തേക്കും ഒരു 5 ആയിരിക്കും ചിലപ്പോൾ കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ ആ 5 നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മളെങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അത് ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. പല തെറ്റുകളും നമ്മൾ വരുത്തും, പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യും, ഞാൻ ജഡ്ജ് ചെയ്ത് കറക്റ്റായി എന്നുള്ളൊരു. അങ്ങനെയല്ല, അത് വ്യത്യാസം എന്താ സാർ? ഈ താങ്കൾ പറയുന്നതല്ല, പ്രീകോഗ്നിറ്റീവ് ഡ്രീം എന്ന് പറയുന്നത് നമ്മളൊരു സ്വപ്നം കാണുന്നു, പിറ്റേ ദിവസം തന്നെ അതേപോലെ നടക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവം പറയാം. എൻ്റെ ഒരു സൈക്കിക് ഫ്രണ്ടുണ്ട്. അയാൾ കൂടെ എന്നെ വിളിച്ച് പറയും, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, പിറ്റേ ദിവസം അത് നടന്നു. അവസാനം അയാൾ ഈയിടെ പറഞ്ഞ ഒരു കാര്യം, അയാളുടെ റിലേറ്റീവ്സൊക്കെ ആറ്റിങ്ങലാണ് ഉള്ളത്. ഇയാൾ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. ഇയാൾ ഒരു ദിവസം രാവിലെ ഒരു സ്വപ്നം കാണുന്നു, ഇയാൾ ബൈപ്പാസ് വഴി ആറ്റിങ്ങലിലേക്ക് പോവുകയാണ്.
അപ്പോൾ വേൾഡ് മാർക്കറ്റ് ജംഗ്ഷനിൽ എത്തുമ്പോൾ ഒരു നീല കാറ് അണ്ടർ പാസിൽ കൂടെ വന്ന് ഇയാളുടെ സ്കൂട്ടറിൽ ഇടിക്കുന്നതായിട്ടാണ് സ്വപ്നം. അപ്പോൾ ഇയാൾ ആകപ്പാടെ വിഷമായി. അപ്പോൾ ഇയാൾക്ക് ആറ്റിങ്ങലിലൊന്ന് പോകേണ്ട അത്യാവശ്യമുണ്ട്. ഇയാളുടെ ബന്ധു മരിച്ചുപോയി. ബന്ധുവിന് മക്കളില്ല, ആൺമക്കളില്ല. അപ്പോൾ ഇയാൾ വേണം കർമ്മം ചെയ്യാൻ. അപ്പോൾ അവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ അതിരാവിലെ സ്കൂട്ടറിൽ അങ്ങോട്ട് പോയി ഇയാൾ വേണം കർമ്മം ചെയ്യാൻ. അപ്പോൾ ഈ നീല കാറ് വന്ന് സ്കൂട്ടറിൽ ഇടിച്ചാൽ ഇയാൾ സമയത്തിന് എത്തത്തില്ല. അപ്പോൾ ഇയാൾ നിശ്ചയിച്ചു പതിവിൽ നേരത്തെ ഇറങ്ങണം, വളരെ സൂക്ഷിച്ച് ഓടിക്കണം, ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാകാതെ ആറ്റിങ്ങലെത്തി കർമ്മം ചെയ്യണം. അപ്പോൾ ഇയാൾ സ്കൂട്ടറിൽ ഇങ്ങനെ വളരെ പതുക്കെ വരികയാണ്. അപ്പോൾ വേൾഡ് മാർക്കറ്റ് ജംഗ്ഷനിലെത്തി നോക്കിയപ്പോൾ നീല കാറ് വരുന്നു അണ്ടർ പാസിൽ കൂടെ. ഇയാൾ വിചാരിച്ചത് കൊള്ളാം, ഞാൻ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് പതുക്കെ ഓടിച്ച് വന്നത്. ഇപ്പം നീല കാറ് വരുന്നു, ഇനി ഒരു കാര്യം ചെയ്യാം, ഞാനങ്ങ് വണ്ടി നിർത്തിയേക്കാം. അപ്പോൾ അയാൾ ഒഴിച്ചുകൊണ്ട് പോകുമല്ലോ. അപ്പോൾ റോഡിൻ്റെ പകുതി ആയപ്പോൾ ഇയാൾ വണ്ടി അങ്ങ് നിർത്തി. നീല കാറ് നേരെ കൊണ്ടുവന്ന് സ്കൂട്ടറിൽ ഇടിക്കുന്നു. എന്നിട്ട് ആ ഡ്രൈവർ ഇറങ്ങി ഇയാളെ ചീത്ത വിളിക്കുകയാണ്, താൻ എന്തിനാണോ റോഡിൻ്റെ നടുവിൽ കൊണ്ട് സ്കൂട്ടർ നിർത്തിയത്? താൻ വന്ന സ്പീഡിൽ അങ്ങ് പോയെങ്കിൽ താൻ പോകുമെന്ന് വിചാരിച്ചല്ലേ ഞാനിങ്ങോട്ട് മാറ്റിക്കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? നമ്മൾ ജെനുവിൻ പ്രികോഗ്നേറ്റീവായിട്ടുള്ള ഒരു സംഗതി കണ്ടാൽ അത് നടന്നിരിക്കണം. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മളാ ചെയ്യുന്ന പ്രവൃത്തി തന്നെ നമ്മളെ അതിൽ കൊണ്ട് ചാടി. ഇതാണ് പ്രികോഗ്നേറ്റീവ് ഡ്രീം എന്ന് പറയുന്നത്. സൈക്കിക് കേപ്പബിലിറ്റി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സൈക്കിക് എന്ന് വെച്ചാൽ ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഓർഡിനറി റിയാലിറ്റിക്ക് അപ്പുറമായിട്ടുള്ള എക്സ്പീരിയൻസസ് ധാരാളമായിട്ട് ഉണ്ടാകുന്നവരെയാണ് സൈക്കിക് എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഈ സൈക്കിക് നേച്ചർ കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ അത് കൂടുതലുള്ളവരെയാണ് സൈക്കിക് എന്ന് സാറിന് വിളിക്കുന്നത്. ഈ സൈക്കിക്കുകൾ പോലീസ് കേസ് സോൾവ് ചെയ്യാൻ സഹായിച്ചു, ഇൻവെസ്റ്റിഗേഷന് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ കേൾക്കാറുണ്ട്. അതെങ്ങനെയാണ് അവർക്ക് എങ്ങനെയാണ് അത് സാധിക്കുന്നത്? എങ്ങനെയാണ് അത്? ചില ആളുകൾക്ക് ഇത് കൂടുതൽ കൺട്രോൾ കാണും. അവർക്ക് വേണമെന്ന് വിചാരിക്കുമ്പോൾ ഇത് കുറേയൊക്കെ പ്രയോഗിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു കുട്ടിച്ചാത്തൻ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പ്രേതത്തെ കാണുന്നെങ്കിൽ അത് പ്യൂർലി മൈ സൈക്കിക് ആക്ടിവിറ്റിയാണ് അല്ലേ? മൈ സൈക്കിക് എക്സ്പീരിയൻസ് ആണ് അല്ല, അത് മിക്കവാറും ഒരു ജോയിൻറ്റ് പ്രൊഡക്ഷനായി. ലൈക്ക് എൻവയോൺമെൻറ്റും അത് എല്ലാ പാരാനോർമൽ ഫിനോമിനയും പല ആളുകളെ ഇൻവോൾവ് ചെയ്താണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ ഒരാളുടെ പ്രസൻസ് ഇത് ബ്ലോക്ക് ചെയ്തെന്നും വരും. ആ എക്സ്പീരിയൻസിനെ ബ്ലോക്ക് ചെയ്യാനും അത് അറിഞ്ഞുകൊണ്ടാണോന്നില്ല. അതെങ്ങനെയാണ്? അല്ല, അത് ഇപ്പം എൻ്റെ സാധാരണ അനുഭവം, ഞാൻ ചെല്ലുമ്പോൾ മിക്കവാറും നിൽക്കും. അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. ഇപ്പോൾ ചാത്തന്നേർ തന്നെ ഞാൻ ചെന്ന് കഴിയുമ്പോൾ പറയും ഒരു 10 മിനിറ്റ് മുമ്പ് വരെ കല്ല് വന്ന് വീണോണ്ടിരുന്നു, സാറ് വന്നപ്പോൾ ഇല്ല. അത് ഈ പണ്ട് പറയില്ല, ഈ ഇതിനെയൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാർ വരുമ്പോൾ പെട്ടെന്ന് നിൽക്കും എന്നുള്ള. അത് വളരെ കോമൺ ആണ്, എല്ലായിടത്തും അല്ല, പലയിടത്തും അങ്ങനെയാണ്. സാർ, ഇപ്പോൾ ഈ സാറിനെ പറ്റി കേട്ടിട്ടുള്ളത്, സാറ് രാത്രി കാലങ്ങളിൽ ഈ ESP തേടി ഇറങ്ങാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ESP തേടി ESP അല്ല, ഈ ഇങ്ങനത്തെ ഫോഴ്സസ് ഉണ്ടോ, അല്ലെങ്കിൽ പാരനോർമൽ ഫിനോമിന എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ. ഞാനങ്ങനെ തേടി ഇറങ്ങാറില്ല. ആളുകൾ വന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഒരാൾ വരുന്നുണ്ട്, വഞ്ചിയൂരിലുള്ള അയാളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടു. അത് പണ്ട് എത്ര നാൾ മുമ്പ് ഒരു പെൺകുട്ടി മരിച്ചതിനെ അടക്കിയിട്ടുണ്ട്, അവിടെയാണ് കണ്ടത്. അപ്പോൾ ഞാൻ ഒന്ന് വന്ന് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സൈക്കിക് ഫ്രണ്ട് ഉണ്ട്, പുള്ളിയെ കൂടെ നമുക്ക് വിളിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പുള്ളി ഫ്രീ ആണെങ്കിൽ പുള്ളിയും കൂടെ വരും. സൈക്കിക് ഫ്രണ്ട് എന്താ ചെയ്യുന്നത്? പുള്ളി ഇത് തന്നെയാണോ? സൈക്കിക് ഫ്രണ്ട് ഒന്നല്ല, ഒന്നിൽ കൂടുതലുണ്ട്. എന്താണ് ഈ സൈക്കിക് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ? ദേ ക്യാൻ ക്യാച്ച് ദീസ്. അല്ല, അവർ കുറച്ചുകൂടെ ഓപ്പണാണ്. ഇവിടെ തന്നെ ഒരു ഹൈമവതി കുളം ഉണ്ടായിരുന്നല്ലോ പണ്ട്, കാര്യവട്ടത്തിൻ്റെ ഉള്ളിൽ. അതിനെപ്പറ്റി ഒരുപാട്, ഇറ്റ് ഓൾസോ ബിക്കെയിം വൺ ഓഫ് ദി മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസസ് ഇൻ കേരള. അപ്പം അതുപോലെ തന്നെ ബോണക്കാടിലുള്ള ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അപ്പം അവിടെയും പിന്നെ സുമതി വളവ്, ഇതിനെ പറ്റിയൊക്കെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ദാറ്റ് ഇസ് അവിടെ ഇപ്പോഴും അങ്ങനത്തെ അപ്പാരിഷൻസിനെ കാണാൻ പറ്റും
അതൊക്കെ അങ്ങനെ പറ്റുമോ അപ്പാരിഷൻസിന്? സാറ് പറയണത് വെച്ചാൽ യു ക്യാൻ ക്യാപ്ചർ ദ മൈൻഡ്, ബട്ട് ദർ ആർ പീപ്പിൾ ഹു ആക്ച്വലി സീ ദ അപ്പാരിഷൻ. ഇപ്പൊ ഈ ഒരു കേസിലും വഞ്ചിയൂർ ആ പെൺകുട്ടിയെ കണ്ടു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് അപ്പോൾ അത് മൈൻഡിന്റെ? അത് പലതാകാം. ഇപ്പോൾ ഇവരുടെ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടിയായിരിക്കും മരിച്ചത്. അപ്പോൾ പെൺകുട്ടിയെ അവിടെ അടക്കിയിട്ടുണ്ടെന്ന് ഇയാൾക്കറിയാം. അപ്പോൾ ഇയാളുടെ മൈൻഡ് ഒരു പ്രത്യേക അവസ്ഥയെത്തിയപ്പോൾ ആ പെൺകുട്ടിയുടെ രൂപം ഇയാൾ കണ്ടതാകാം. അത് ഇയാളുടെ ഒരു പ്രൊജക്ഷനാകാം മൈൻഡിൻ്റെ, ഹാലൂസിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അതാകാം. അപ്പോൾ ഇയാൾ ചിലപ്പോൾ ആ സമയത്ത് ഒരു പ്രത്യേക സൈക്കിക് അവസ്ഥയിലേക്ക് പോയതുകൊണ്ടായിരിക്കും അത് കണ്ടത്. ഈ ആനിമൽസിന് ഈ സൈക്കിക് പവർ കൂടുതലുണ്ടെന്ന്, പട്ടി ഇപ്പൊ മരണം വരുമ്പോ പട്ടി ഓരിയിടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് പിന്നെ വാസ്തവമുണ്ട്. എങ്ങനെയാണ് അവർക്ക് ആനിമൽസിന് കൂടുതൽ കഴിവുകൾ ഈ സൈക്കിക്? ഈ വീട്ടിൽ പണ്ട് ഒരാടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീട്ടിലെ ആളുടെ അമ്മ അസുഖമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എവിടെയോ പോയിട്ട് വളരെ ലേറ്റായിട്ട് വന്ന് ഏതാണ്ട് 12 മണി അടുപ്പിച്ച് ഞാനിങ്ങനെ ഉറങ്ങാൻ കിടക്കുകയാണ്. ഉറങ്ങിയില്ല. അപ്പോൾ ഈ വീട്ടിലെ ആട് ഭയങ്കരമായിട്ട് കരയുന്നു. ഇങ്ങനത്തെ പതിവില്ലാതെ ഈ സമയത്ത് ആട് കരയുന്നു. അപ്പോൾ 6 മണിയായപ്പോൾ അന്ന് മൊബൈലൊന്നുമില്ല. ഈ വീട്ടിലെ ആൾ എൻ്റെ വീട്ടിൽ വന്ന് ഇന്ന് ഫോൺ ചെയ്യണം, അത്യാവശ്യമുണ്ട്. ഞാൻ ചോദിച്ചത് എന്താണ്? അമ്മ മരിച്ചുപോയി, അത് ബന്ധുക്കളെയൊക്കെ അറിയിക്കണം. അപ്പം ഞാൻ ചോദിച്ച അമ്മ എപ്പോഴാണ് മരിച്ചത്? രാവിലെ നോക്കിയപ്പോൾ മരിച്ച് കിടക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ അമ്മ മരിച്ചത് 12 മണിക്കാണ്. വീട് ചോദിച്ചത് സാറെങ്ങനെ അറിഞ്ഞു? അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ആട് പറഞ്ഞു. അപ്പോൾ ആനിമൽസ് ഈ ആടിനെ കെട്ടിയിരിക്കുന്ന വീട്ടിൽ നിന്ന് കുറച്ച് വെളിയിലാണ്, പക്ഷെ ആട് സെൻസ് ചെയ്യുന്നു അമ്മയുടെ മരണ വെപ്രാളം. അല്ല, അതാണ് ടെലിപ്പതി. അത് ചില പട്ടികൾ അവരുടെ ഓണേഴ്സ് വീട്ടിൽ വരാൻ നേരത്ത് അയാൾ വീട്ടിൻ്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പേ ഓടിപ്പോയി വെയിറ്റ് ചെയ്യും. അത് എന്നോട് ഇവിടെ ഗോൾഫ് ലിങ്സ് റോഡിൽ താമസിക്കുന്ന ഒരു ലേഡി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഹസ്ബൻഡ് എറണാകുളത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്കൊരു പട്ടിയുണ്ട്. പട്ടി ഹസ്ബൻഡുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. അപ്പോൾ ഹസ്ബൻഡ് രാത്രിയിൽ ട്രെയിനിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേണ്ട ഉച്ച കഴിഞ്ഞപ്പോൾ പട്ടി നേരെ വണം വിട്ട പോലെ ഗേറ്റിൽ പോയി കാത്തു നിൽക്കുന്നു. ഇയാൾ വരുന്നു. അപ്പോൾ ഇയാൾ വന്ന ഉടനെ ചോദിച്ചെന്താ നിങ്ങൾ വൈകിട്ട് വരുമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ജോലി നേരത്തെ തീർന്നതുകൊണ്ട് ട്രെയിനും കിട്ടി, ഞാൻ നേരത്തെ ഇങ്ങ് പോകുന്നതാണ്. പക്ഷേ പട്ടി എങ്ങനെ അറിഞ്ഞു? പട്ടിയുടെ കേസിൽ മേ ബി മണം പിടിക്കാനുള്ളൊരു ഇയാൾ അടുത്ത ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് പട്ടി ഗേറ്റിൽ പോയി വെയിറ്റ് ചെയ്യാണ്. പക്ഷെ ഈ മരണത്തിന് ഒരു ആട് എങ്ങനെ സെൻസ് ചെയ്യുക? അല്ല, മരിക്കാൻ സമയത്ത് ഒരു വ്യക്തിക്ക് മാനസികമായിട്ട് വിഭ്രാന്തി ഉണ്ടാവും. അതാണ് ആനിമൽസ് സെൻസ് ചെയ്യുന്നത്. ഈ നമ്മൾ കുറേ ഡെത്ത് റിച്വൽസ് ഉണ്ടല്ലോ സർ. ഇപ്പം ഹിന്ദുസത്തിലാണെങ്കിൽ 13 ദിവസം അല്ലെങ്കിൽ 16 ദിവസം ഈ ബലികർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ 16 കഴിഞ്ഞിട്ടാണ് ആത്മാവ് പരലോകത്തേക്കുള്ള യാത്ര തുടങ്ങുക എന്ന് പറയും. 41 ആവുമ്പോൾ മറ്റേ വൈതരണി കടന്നങ്ങ് എത്തും എന്ന് പറയും. അതല്ല എങ്കിൽ ആ ആത്മാവ് കർമ്മം ചെയ്തില്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ട്? അതൊക്കെ വിശ്വാസങ്ങളാണ്. അത് ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ഇത് വ്യത്യാസമാണ്. ഹിന്ദുവിസത്തിൽ തന്നെ പല കാസ്റ്റിലുള്ളവർക്ക് പല രീതിയിലാണ്. അപ്പോൾ ഇതൊക്കെ ജീവിച്ചിരിക്കുന്നവരുടെ സമാധാനത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അല്ല, പക്ഷെ ഇപ്പൊ സാർ ഈ മൈൻഡുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ കുറെ അനോളജീസ് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് ഈ ഡെത്ത് റിച്വൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല? തീർച്ചയായിട്ടും. ഡെത്ത് റിച്വൽസ് നമ്മൾ കാര്യമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ ഉള്ളത് ജീവിച്ചിരിക്കുന്നവരുടെ മൈൻഡിനെ സമാധാനിപ്പിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. ഈ ആണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ബന്ധുക്കളെല്ലാം ഒരുമിച്ച് വരും. അപ്പോൾ തന്നെ അപ്പം നമ്മളുടെ എല്ലാം മൈൻഡ് കണക്റ്റഡാണ്. അപ്പോൾ തന്നെ അവർ ഒരുമിച്ച് വരികയും ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ എല്ലാം കൂടെയുള്ള ഒരു ഗ്രൂപ്പ് മൈൻഡിലാണ് ആ ചേഞ്ച് സംഭവിക്കുന്നത്.
സാർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഈ സോളാണ് അൾട്ടിമേറ്റ് എന്ന്. ആത്മാവുണ്ടോ? എന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ കോൺഷ്യസ്നെസ് ആണ് അൾട്ടിമേറ്റ് എന്നാണ് പറഞ്ഞത്. ആത്മാവെന്നൊരു സങ്കല്പമുണ്ടോ? അതായത് ഈ ബോധത്തിലാണ് എല്ലാം നിലകൊള്ളുന്നത്. ആ ബോധം നമ്മളുടെ ഒരു ലിമിറ്റഡ് സിസ്റ്റത്തിൽ കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളെന്നുള്ള വ്യക്തി ഉണ്ടാകുന്നത്. ആ വ്യക്തി ഇല്ലാതായി കഴിഞ്ഞാൽ, വ്യക്തി എന്ന് പറയുമ്പോൾ ശരീരവും മനസ്സും എല്ലാം കൂടെ ചേർന്നാണ് ആ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തി ഇല്ലാതായി തീരുമ്പോൾ പിന്നെ അവശേഷിക്കുന്നത് പ്യുവർ കോൺഷ്യസ്നെസ്സാണ്. അത് കോൺഷ്യസ് മൈൻഡ് എന്ന അർത്ഥത്തിലാണോ? അല്ല, കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു കോൺട്രഡിക്ഷനാണ് വാസ്തവത്തിൽ. കോൺഷ്യസ്നെസ് അത് യൂണിറ്ററിയാണ്, ഒന്നേ ഉള്ളൂ. അത് നമ്മളുടെ ലിമിറ്റഡ് സിസ്റ്റത്തിൽ കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് മൈൻഡ് ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞ പ്രേതത്തിന്റെ കാര്യത്തിൽ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. ഈ പ്രേതം ഒരു സൈക്കിക് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഈ പ്രേതം അല്ലെങ്കിൽ ഒരു ഗോസ്റ്റ് അല്ലെങ്കിൽ ഒരു പാരാനോർമൽ ഫോഴ്സ് ഉപദ്രവിക്കാറുണ്ടോ? ഈ ഞാൻ ഒരുപാട് ഇങ്ങനെ ഹോണ്ടഡ് വീടുകളൊക്കെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഒരാൾക്ക് ഒട്ടും പേടിയില്ലെങ്കിൽ ഏറ്റവും ഹോണ്ടഡായെന്ന് പറയുന്ന സ്ഥലം അയാൾക്ക് പോസിറ്റീവായിരിക്കും. അയാൾക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, അയാൾക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകും. ഇത് നിങ്ങളിപ്പോൾ പേര് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയുന്ന ഒരാൾ, പുള്ളി ജേർണലിസ്റ്റാണ്, പുള്ളി കഥ എഴുതും. ഇപ്പോൾ പുള്ളി ഇതുപോലെ ഒരു ഹോണ്ടഡ് വീട്ടിൽ താമസിച്ചു. ഞങ്ങൾ ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡി ചെയ്തതാണ്. ആ വീട്ടിൽ താമസിച്ചിരുന്ന ഒരുപാട് പേരെ നമ്മൾ പോയി ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ചിലർക്ക് പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത രീതിയിലുള്ള ദുരന്ത അനുഭവങ്ങൾ അവിടെ ഉണ്ടായി. പക്ഷേ ഈ പുള്ളി ബാച്ചിലറായിട്ട് അവിടെ താമസിച്ചു. അപ്പോൾ പുള്ളിക്ക് ഒരു ഫീമെയിൽ പ്രസൻസ് ഫീൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് എന്നെ സപ്പോർട്ട് ചെയ്യുകയുള്ളെന്ന് പുള്ളിക്കൊരു തോന്നൽ. അപ്പോൾ പുള്ളിക്ക് അവിടെ വെച്ചാണ് എല്ലാ നല്ല അനുഭവങ്ങളും ഉണ്ടായത്. അവാർഡൊക്കെ കിട്ടി. സാർ, അതിൽ തന്നെ ഒന്ന് ചോദിച്ചോട്ടെ. ഞാനിപ്പോൾ ഒരു ഹോണ്ടഡ് ഹൗസിൽ പോയി താമസിക്കുകയാണ്. ഇത് ഹോണ്ടഡ് ആണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണോ ഈ എക്സ്പീരിയൻസ്? അല്ല, എനിക്ക് അറിയില്ലെങ്കിലും ഈ എക്സ്പീരിയൻസ് പിന്നെ അതുപോലെ ഈ ഫീമെയിൽ പ്രസൻസ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അത് പുള്ളിയാണ് എന്നോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് ഫീമെയിൽ പ്രസൻസ് ആയിരുന്നു. ഒരു ഫീമെയിലാണ് അവിടെ വെച്ച് കൊല്ലപ്പെട്ടത്. സർ, എനിക്ക് അത് മനസ്സിലാവുന്നില്ല. യു സെഡ് ദാറ്റ് വെൻ എ പേഴ്സൺ ഡൈസ് the consciousness goes out of his system or her system and then the mind also dissolves എന്ന് പറയുന്നു. പിന്നെ അതിനെങ്ങനെ ഒരു ഫീമെയിൽ മെയിൽ ഡിഫറൻസും അതെല്ലാം വരുന്നു? അല്ല, വീണ്ടും നിങ്ങൾ ഈ പാസ്റ്റ് പ്രസൻ്റ് ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ പാരാനോർമൽ ലെവലിൽ പോയി കഴിയുമ്പോൾ പാസ്റ്റും പ്രസൻറ്റും ഇല്ല, അതെല്ലാം സൈമൾട്ടേനിയസ് ആണ്. ഈ ഫീമെയിൽ പ്രസൻസ് ആണെന്ന് എങ്ങനെ അറിയാം? അതായത് ഒരു വീട്ടിലൊരു ദുരന്ത സംഭവം നടക്കുന്നു. ഈ ദുരന്ത സംഭവം നടന്നു കഴിയുമ്പോൾ ഈ ഒരു സൈക്കിക്കായിട്ടുള്ള ആളവിടെ ചെല്ലുമ്പോൾ അയാളത് സെൻസ് ചെയ്യും. അത് കൂടിയ സൈക്കിക്കാണെങ്കിൽ അയാൾക്ക് മനസ്സിലാവും ഇവിടെ ഇങ്ങനെ ഒരു ദുരന്ത സംഭവം നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു അൺയൂഷ്വൽ ഫീൽ ഉള്ളതെന്ന്. പക്ഷേ നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകളാണെങ്കിൽ അവർ സംഭവം തന്നെ അവിടെ കണ്ടെന്ന് വരാം, അല്ലെങ്കിൽ അവർക്ക് വേറെ തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കാം. സ്ത്രീകളാണോ പുരുഷന്മാരാണോ കൂടുതൽ സൈക്കിക് ആകുന്നത്? വാസ്തവത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, സ്വല്പമെങ്കിലും കൂടുതൽ സ്ത്രീകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടായിരിക്കാം? അവർക്ക് ഈഗോ കുറവാണ്, അതുകൊണ്ടാണ്. ഹോണ്ടഡ് ഹൗസുകളെ കുറിച്ച് കുറച്ചും കൂടെ ഒന്ന് പറയാം. അതായത് ഈ ഇത്തരം എങ്ങനെയാണ് ഒരു ഹൗസിനെ ഹോണ്ടഡ് ഹൗസ് ആവുന്നതെന്നും അത് നമുക്കൊരു പാരസൈക്കോളജിസ്റ്റ് വന്നാൽ ഒരു സൈക്കിക്കിൻ്റെ സഹായത്തോടുകൂടി ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നത് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നും. ഈ ഹോണ്ടഡ് ഹൗസ് എന്ന് ഉള്ളത് ഒരു സാധാരണ ഒരു കോമൺ ആയിട്ടുള്ള ഒരു യൂസേജാണ്. പക്ഷേ ഒരു സൈക്കിക്കിനെ സംബന്ധിച്ച് എല്ലാ സ്ഥലവും ഒരു സൈക്കിക് ഫീൽഡുണ്ട്. ചിലത് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും, ചിലത് അത്ര സ്ട്രോങ് ആയിരിക്കത്തില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ പാരാസൈക്കോളജി എന്ന് പറഞ്ഞ ഫീൽഡിൽ താല്പര്യമുള്ള ആളായതുകൊണ്ട് ഒരുപാട് സൈക്കിക്സ് എന്നെ കാണാൻ വരാറുണ്ട്.
അപ്പോൾ അവർ പറയുന്നത് ഇവിടെയും അവർ പലതും സെൻസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രത്യേക മണം, അത് സന്ധ്യ കഴിയുമ്പോഴാണ് കൂടുതൽ വരുന്നത്. ചില സൈക്കിക്സിന് പകലും അത് ഫീൽ ചെയ്യും. രാത്രി 8 മണിക്കാണ് ഒരു പീക്ക് ടൈമായിട്ട് അവർ പറയുന്നത്. ഇവിടെയല്ല, അത് വീട്ടിലിരിക്കുമ്പോഴാണ്. രാത്രി ഇങ്ങോട്ടൊന്നും വരാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഹോണ്ടഡ് എന്നുള്ളത് ഈ സാധാരണ ശല്യപ്പെടുത്തുന്ന അനുഭവങ്ങളുള്ള ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ സൈക്കിക്കിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഇല്ല. ചിലപ്പോൾ പറയാറുണ്ട്, ഇപ്പം നമ്മളിവിടെ 9 പേരുണ്ട്, പക്ഷെ ആക്ച്വലി 9 പേരല്ല, അതിൽ കൂടുതൽ ആളുകളെ കാണാൻ പറ്റും എന്നൊക്കെ, അങ്ങനെയൊക്കെ സെൻസ് ചെയ്യാനൊക്കെ പറ്റാറുണ്ടോ ഈ സൈക്കിക് ആളുകൾക്ക്? അവർ ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ പ്രത്യേകിച്ച് അവരവിടെ കിടന്നുറങ്ങുക. അല്ല, ചിലപ്പോൾ ഇയാൾ സൈക്കിക്കായിരിക്കും. സാർ അല്ല, എനിക്കിപ്പോൾ ഇതൊക്കെ പറഞ്ഞതിൽ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, അപ്പോൾ ഈ പാരനോർമൽ എക്സ്പീരിയൻസസ് എന്ന് സാർ പറയുന്നു, അപ്പോൾ ഈ ചില സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ലൈക്ക് പണ്ടത്തെ നമ്മുടെ ഋഷിമാർ, മുനിമാർ, അല്ലെങ്കിൽ ദ സോ കോൾഡ് ദ വാട്ട് എവർ സ്പിരിച്വൽ ഗുരൂസ് ദാറ്റ് വി ഹാവ്, അപ്പോൾ അവരൊക്കെ പറയുന്നത് അവർ ഈ സമാധി അവസ്ഥ അല്ലെങ്കിൽ അതുപോലത്തെ ട്രാൻസെൻഡെന്റൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇരിക്കാറുണ്ട്, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് അവരിൽ പിന്നെ ഉണരാറുണ്ട്. അപ്പം ആ സ്റ്റേറ്റും പാരനോർമൽ എക്സ്പീരിയൻസസ് എന്നാണോ പറയുക? അതെ അതെ. പക്ഷേ ഇതിനെപ്പറ്റിയൊക്കെ ആളുകൾക്ക് വലിയ തെറ്റിദ്ധാരണകളാണുള്ളത്. ഈ സമാധി എന്ന് പറയുന്നത് ഒരു ട്രാൻസ് ആണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. ഒരു പത്മാസനത്തിൽ ഇരുന്ന് കണ്ണിങ്ങനെ മോൾപോട്ടാക്കി ഇരിക്കുന്നതാണ് സമാധി എന്ന് ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. സമാധി എന്ന് പറഞ്ഞാൽ മൈൻഡ് എക്സ്ട്രീംലി ഫ്ലെക്സിബിൾ ആയിരിക്കുക, ഫ്രീ ആയിരിക്കുക, ഓപ്പൺ ആയിരിക്കുക, അതാണ് സമാധി. ഇപ്പം നമുക്കൊക്കെ ഒരുപാട് ഭയങ്ങളുള്ളത് കൊണ്ട് നമ്മളുടെയൊക്കെ മൈൻഡ് റിജിഡായിട്ട് ഒരു വൺ ട്രാക്കിൽ കൂടെ പോവുകയാണ്. പക്ഷേ ഈ സൈക്കിക്കായിട്ടുള്ള ആളുകൾ അവരുടെ മൈൻഡ് ഫ്രീ ആണ്, ഫ്ലെക്സിബിളാണ്. അപ്പോൾ അവർ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ മൈൻഡ് അവർ വിട്ടുകൊടുക്കുകയാണെങ്കിൽ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും ഒക്കെ പോകും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു സൈക്കിക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാലല്ല, അയാൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അയാൾ ഇവിടെ ഒരു 50 വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് അയാൾ കണ്ടെന്ന് വരും. പിന്നെ എന്നോട് പറഞ്ഞെന്ന് വരും, ഇവിടെ പണ്ട് ഇങ്ങനെ ഒരു വീടുണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ ഇത്ര പേര് താമസിച്ചിരുന്നു. അപ്പോൾ നിങ്ങളെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടു എന്ന് പറയും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും, ഇതൊരു 50 വർഷത്തിന് മുമ്പുള്ള ഒരു ഇവിടുത്തെ സീനാണ് ഞാൻ കണ്ടത്. അപ്പം അതായത് ത്രികാലജ്ഞാനി എന്ന് പറയും സാറിന്. ഈ സപ്രസ് ചെയ്യുക എന്ന് പറയുന്നത് എന്തുകൊണ്ട്, എന്തായാലും എന്തെങ്കിലും ഒരു സ്റ്റിമുലി വരുമ്പോൾ നമ്മളത് എങ്ങനെയാണത് സപ്രസ് ചെയ്യുന്നത്? ഉദാഹരണമായിട്ട് ഞാൻ ഹിമാലയത്തിൽ കുറേ നാളുണ്ടായിരുന്നു. അപ്പം ഈ നാട്ടിൽ നിന്നൊക്കെ ഹിമാലയത്തിൽ പോയ പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഹിമാലയത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ മൈൻഡ് തന്നെ ചേഞ്ച് ചെയ്തു, ഓപ്പൺ അപ്പ് ചെയ്തു. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലിയറായി. പിന്നെ വീട്ടിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങളൊക്കെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അറിയും. അപ്പോൾ അച്ഛൻ മരിച്ചുപോയി, ഇത് അവിടെ ഹിമാലയത്തിൽ കോണ്ടാക്റ്റിന് മാർഗമൊന്നുമില്ല. പക്ഷേ ഒരു ദിവസം ഇയാൾക്ക് പെട്ടെന്നൊരു തോന്നലുണ്ട്, അച്ഛൻ മരിച്ചു എന്ന്. അപ്പോൾ എവിടെയോ പോയി എങ്ങനെയോ വീട്ടിൽ ഫോൺ ചെയ്തപ്പോൾ ശരിയാണ്, അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ഇയാൾക്ക് അത് തോന്നിയ ആ ദിവസം തന്നെയാണ് അച്ഛൻ മരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു അവിഹിത ബന്ധമുണ്ടായി. അപ്പോൾ ഹിമാലയത്തിൽ ചെന്നപ്പോഴാണ് ഇയാൾക്കത് മനസ്സിലായി. പിന്നെ അന്വേഷിച്ചപ്പോൾ അത് ശരിയാണ്. അപ്പോൾ അത് ഹിമാലയം എന്ന് പറയുമ്പോൾ അവിടുത്തെ എൻവയൺമെൻറ്റും ഒരു ഓപ്പൺ എൻവയൺമെൻറ്റാണല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ ഇൻഹിബിഷനൊക്കെ അങ്ങ് മാറും, സപ്രഷനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാറുമ്പോൾ ടെലിപ്പതിയോ ക്ലർവോയൻസോ പ്രികോഗ്നേഷനോ ഒക്കെ വർക്ക് ചെയ്യും. അത് വേറെ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഹിമാലയത്തിൽ പോകുമ്പോൾ നമ്മൾ കുറെ കൂടെ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ആലോചിക്കും. ഒരുപക്ഷെ നമ്മുടെ ബാക്ക് ഇൻ ദ മൈൻഡ് ഇങ്ങനത്തെ ഇത്തരം കൺസേണുകളൊക്കെ കാണും. അപ്പോൾ അത് ചിലപ്പോൾ അതൊരു ചാൻസ് ആയിക്കൂടായിരുന്നില്ലേ? ഇപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിക്കാം എന്നൊക്കെയുള്ളൊരു കൺസേൺ കാണും നമ്മൾ ഇത്ര ദൂരെ മാറി നിൽക്കുമ്പോൾ. അല്ല, ഹിമാലയം ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ കടപ്പുറത്ത് പോയാലും മതി, അല്ലെങ്കിൽ പൊന്മുടി പോയാലും മതി. ഒരു ക്ലോസ്നെസ് ടു നേച്ചർ ഈ ഓപ്പണിംഗ് അപ്പിന് സഹായിക്കുന്ന ഒരു എലിമെൻ്റാണ്. ഓരോ പ്രകൃതി ഓരോ സ്ഥലത്ത് ഓരോ എനർജി ഉണ്ടെന്നാണോ അതുകൊണ്ട് സാർ അപ്പോൾ ഉദ്ദേശിച്ചത്? ഹിമാലയം
ഹിമാലയത്തിൽ പോകുന്നവർക്ക് അവിടെ വേറൊരു പ്രത്യേകതരം എനർജി ഫീൽ ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. ഈ എനർജി എന്നുള്ളത് അത് വളരെ ഒരു മിസ്ലീഡിങ് കൺസെപ്റ്റാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോൾ നമ്മുടെ മൈൻഡ് വേറൊരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻവയൺമെൻറ്റിന് നമ്മുടെ മൈൻഡിനെ കണ്ടീഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡീകണ്ടീഷൻ ചെയ്യാൻ ഒരു പവറുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റെസൊണൻസ് ഫീൽ ചെയ്യണമെങ്കിൽ ഈ ഏജന്റ് റിസപ്റ്റീവ് ആയിരിക്കണമല്ലോ. ആയിരിക്കണം, തീർച്ചയായിട്ടും. അത് കോൺഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ റിസപ്റ്റീവ് ആയിരിക്കണം. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ബാധകേറി എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയി ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ പാരാനോർമൽ ആക്ടിവിറ്റി പ്രകടിപ്പിക്കുന്ന വ്യക്തി റിസപ്റ്റീവ് ആകണമെന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാപ്പൻസ്. അതെങ്ങനെയാണ് വരുന്നത്? അത് ഡിസ്ട്രസ്ഡ് ആകുന്നതുകൊണ്ടാണ്. ഈ ഒരാൾ വളരെയധികം ഡിസ്ട്രസ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ സൈക്കിക് പാത്ത് വേസ് ഓപ്പൺ അപ്പ് ആകും. അപ്പോൾ അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ചില എൻവയൺമെൻറ്റും നമ്മളെ ഓപ്പൺ അപ്പ് ചെയ്യാൻ സഹായിക്കും. കോൺഷ്യസ്നെസ്സിന്, മൈൻഡിനല്ല കോൺഷ്യസ്നെസ്സിന് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറി ഒരു എക്സിസ്റ്റൻസ് പോസിബിൾ ആണ്. അതായത് അതെ, കൈൻഡ് ഓഫ് ഇരിക്കുന്ന ഒരു മനുഷ്യന് ശരീരത്തിൽ നിന്ന് മാറി സ്വന്തമായി കോൺഷ്യസ്നെസ്സിന് ട്രാവൽ ചെയ്യാനും ഒരു ലെവിറ്റേറ്റിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വരുന്നത് അങ്ങനെയാണ്. അത്തരം ഒരു പോസിബിലിറ്റി ഉണ്ടോ? അതൊരു വളരെ കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അത് എക്സ്പെരിമെൻ്റലായിട്ട് പലരും സക്സസ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഒരു സൂപ്പർവിഷനിൽ വരെ നടന്നിട്ടുണ്ട്. പക്ഷെ അതിന് പല എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് വരുന്നതിന് മുമ്പ് ട്രാവലിംഗ് ക്ലാർവോയൻസ് എന്നാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് രാത്രിയിൽ ഇങ്ങനെ എണീറ്റ് വീടിൻ്റെ വെളിയിൽ വരുന്നു, റോഡിൽ കൂടെ നടക്കുന്നു, പിന്നെ തിരിച്ച് ബോഡിയിലേക്ക് കയറുന്നു. അതിന് ട്രാവലിംഗ് ക്ലാർവോയൻസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആസ്ട്രൽ ബോഡി വെളിയിൽ പോകുന്നു. ഇതിപ്പോൾ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ അത് നമുക്ക് തിരിച്ച് ഏതാണ് ശരിയെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. സാറിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? സാറ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ആസ്ട്രൽ പ്രൊജക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള. ഈ ആസ്ട്രൽ പ്രൊജക്ഷനുമായിട്ട് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ സാധാരണ പറയാറുള്ളത്, ഒരു പെൺകുട്ടി ദൂരെ നിന്ന് എന്നെ കാണണം, ഒരു കാര്യം അറിയണമെന്നും പറഞ്ഞു വരുന്നു. അത് മെനക്കെട്ട് വളരെ ദൂരെ നിന്നാണ് ട്രെയിനിലൊക്കെ കയറി വരുന്നത്. അപ്പോൾ അതിന് ആസ്ട്രൽ പ്രൊജക്ഷൻ ഒന്നും അറിയാൻ വയ്യ. അതിനൊരു ഇൻഎക്സ്പ്ലിക്കബിൾ എക്സ്പീരിയൻസ് ഉണ്ടായി. ഭയങ്കര ഷോക്കായി. അതെന്താണെന്ന് വെച്ചാൽ പെണ്ണിന് അതിരാവിലെ എണീറ്റ് എവിടെ പോകണമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മൊബൈൽ കേടാണ്. അപ്പോൾ ഫാദറിൻ്റെ മൊബൈൽ വാങ്ങിച്ച് അതിൽ അലാറം വെച്ച് എണീറ്റ് അങ്ങ് പോയി. എന്നിട്ട് വളരെ ലേറ്റായിട്ടാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്ന് യാത്രയുടെ ക്ഷീണം കൊണ്ട് ഉറങ്ങാനായിട്ട് കയറി കിടന്നു. അപ്പോൾ പെട്ടെന്നാണ് പെണ്ണ് ഓർമ്മിച്ചത്, ഫാദറിൻ്റെ മൊബൈൽ തിരിച്ചു കൊടുത്തില്ലല്ലോ. അപ്പോൾ ആ മൊബൈൽ വെച്ചെടുത്ത് നോക്കിയപ്പോൾ കാണുന്നില്ല. അത് ഫാദർ തന്നെ എടുത്തോ അതോ വേറെ ആരെങ്കിലും എടുത്ത് മാറ്റി വെച്ചോ. അപ്പോൾ ഏതായാലും ഫാദർ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഫാദർ സാധാരണ ഉറങ്ങുമ്പോൾ മൊബൈൽ വെക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി നോക്കാം എന്നും പറഞ്ഞ് പെണ്ണ് എഴുന്നേറ്റ് പോയി നോക്കിയപ്പോൾ ഫാദർ കിടന്നുറങ്ങുകയാണ്. ഫാദറിൻ്റെ അടുത്ത് സാധാരണ വെക്കുന്ന സ്ഥലത്ത് മൊബൈൽ ഇരിക്കും. അപ്പോൾ ശരി, ഫാദർ മൊബൈൽ എടുത്തു. അപ്പോൾ പെണ്ണ് തിരിച്ച് ഉറങ്ങാൻ വേണ്ടി സ്വന്തം മുറിയിലോട്ട് വന്ന് മുറിയുടെ വാതിലെത്തിയപ്പോൾ കട്ടിലിൽ ആരോ കിടക്കുന്നു. പെണ്ണ് വിചാരിച്ച് എൻ്റെ കട്ടിലിൽ ഇവിടെ ആരാണ് കയറി കിടന്ന്, ഇവിടെ ഞാനും ഫാദറും മാത്രമേ ഉള്ളൂ. സൂക്ഷിച്ച് നോക്കിയപ്പോൾ സ്വന്തം ബോഡിയാണ്. അപ്പോൾ പെട്ടെന്ന് പെണ്ണിന് ഷോക്കായി, ഞാൻ മരിച്ചു പോയോ, ഞാനിവിടെ നിൽക്കുകയും ചെയ്യുന്നു, എൻ്റെ ബോഡി കട്ടിലിൽ കിടക്കുകയും ചെയ്യുന്നു. അത് നല്ല ഉറക്കം, അത് ചത്ത് കിടക്കുന്ന പോലെ കിടക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും, ഞാൻ വെളിയിലുമാണ്, ബോഡി അവിടെ കിടക്കുന്നു. അപ്പോൾ പെണ്ണ് പാനിക്കായി. പക്ഷേ കുറച്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ പെണ്ണ് തന്നെ കട്ടിലിൽ കിടക്കുകയാണ്. പക്ഷേ ഇത് വളരെ ക്ലിയർ എക്സ്പീരിയൻസ് ആണ്, സ്വപ്നമൊന്നുമല്ല. ഇതെന്താണെന്ന് അറിയാനാണ് പെണ്ണ് വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആസ്ട്രൽ പ്രൊജക്ഷൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് കിട്ടാൻ വേണ്ടി ഒരുപാട് പയ്യന്മാരിങ്ങനെ
ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നു. അല്ല, അപ്പോൾ ഈ ആസ്ട്രൽ പ്രൊജക്ഷന് ഡെലിബറേറ്റ് ആകണമെന്നില്ല, അതായത് ഞാൻ ആഗ്രഹിക്കണമെന്നില്ല. അല്ല, കൂടുതലും സ്പോണ്ടേനിയസ് ആണ്. അതായത് ഞാൻ ആഗ്രഹിക്കാതെ തന്നെ ഇത് സംഭവിക്കാം. അതെ. പക്ഷേ ഈ സന്യാസിമാരൊക്കെ കുറേ കാലം പിന്നെ തപം അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതുപോലത്തെ സിദ്ധികൾക്കാണെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ ആ സിദ്ധികൾ കിട്ടുമോ? വാസ്തവത്തിൽ ഈ സ്പിരിച്വൽ പാത്തിൽ എല്ലാ റിലിജിയനിലും പറയുന്നത് സിദ്ധികൾക്ക് വേണ്ടി ശ്രമിക്കരുതെന്നാണ്. അത് ആത്മീയമായിട്ടുള്ള ഉണർവിന് വേണ്ടിയാണ് നമ്മൾ സാധനകൾ അനുഷ്ഠിക്കേണ്ടത്. ചിലർ സിദ്ധിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പാടില്ല എന്നാണ് പറയുന്നത്. So do you believe in God? അല്ല, അത് ഗോഡെന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദൈവം, നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ബോധമാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി, അത് കോൺഷ്യസ്നെസ്. അതൊന്നേ ഉള്ളൂ. അത് പക്ഷേ ഒരു പ്രത്യേക വ്യക്തിയല്ല. നമ്മളുടെ മൈൻഡ് എപ്പോഴും ഈ സെപ്പറേറ്റ്നെസ്സിൽ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നമ്മുടെ മനസ്സിന്. പക്ഷെ സാർ ഇതും പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ ആ കോൺഷ്യസ്നെസ് ടേക്സ് പർട്ടിക്കുലർ ഫോം ഓർ വാട്ട് എവർ. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ ഈ ബോധം എന്ന് പറയുന്നതിന്റെ ഭാഗമുണ്ടെന്നാണോ? അതെ, ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് നമ്മളുടെ സിസ്റ്റത്തിൽ കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളെന്ന വ്യക്തി ഉണ്ടാകുന്നത്, നമ്മുടെ മനസ്സുണ്ടാകുന്നത്. മനസ്സിന് 3 തലങ്ങളാണല്ലോ, ബോധ, അബോധ, ഉപബോധ മനസ്സ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാവുന്നത്? അത് പല തിയറീസും പല രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തത്. താങ്കൾ പറയുന്നത് ഫ്രോയിഡിയൻ ക്ലാസിഫിക്കേഷനാണ്. അതായത് കോൺഷ്യസ് മൈൻഡ്, പ്രീ കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. പ്രീ കോൺഷ്യസ് ആണോ? സബ് കോൺഷ്യസ് അല്ല? അല്ല, സബ് കോൺഷ്യസും അൺകോൺഷ്യസും ഒന്ന് തന്നെയാണ്. അത് ഫ്രോയിഡ് 2 ടേമും ഇൻ്റർചേഞ്ചബിളായിട്ട് ഉപയോഗിക്കുമായിരുന്നു. പ്രീ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലില്ലാത്ത കാര്യങ്ങൾ നമ്മളത് ഓർത്തെടുക്കാൻ പറ്റും. അത് അങ്ങനെ ഉള്ളതാണ് പ്രീ കോൺഷ്യസ്. പിന്നെ യൂങ് അതിൻ്റെ കൂടെ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നൊന്നുകൂടെ ആഡ് ചെയ്തു. പക്ഷേ മോഡേൺ കോൺഷ്യസ്നെസ് തിയറീസ് പറയുന്നത് ഇതിനെല്ലാം ഉപരിയായിട്ട് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്നൊന്നുകൂടെ ഉണ്ട്. അത് ഒരുപാട് ലെവൽസ് ഇതിനപ്പുറത്തുണ്ടെന്നാണ് ഈ പറഞ്ഞ ഇതൊന്നും അല്ലാതെ. ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ആൻസെസ്ട്രൽ വിസ്ഡം ആണോ? അല്ല, അത് കളക്റ്റീവ് അൺകോൺഷ്യസ് ആണ് ആൻസെസ്ട്രൽ വിസ്ഡം. യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് പരമമായ വാസ്തവികത, അതിലാണ് എല്ലാം നിലകൊള്ളുന്നത്. ഈ ആത്മീയ തലത്തിലൊക്കെ പറയുന്ന ഈ പരബ്രഹ്മം എന്ന കൺസെപ്റ്റ് സെയിം ആണോ? അതെ. സോൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? അതായത് ഇപ്പോൾ യൂങ്ങിനെ പോലെയുള്ള തിയറീസ് തന്നെ പറയുന്നത് ഈ മനസ്സിന് പല ലെയേഴ്സ് ഉണ്ടെന്നാണ്. അപ്പോൾ ഈ അൾട്ടിമേറ്റ് ലെയറാണ് ഈ ശുദ്ധബോധം എന്ന് പറയുന്നത്, പ്യുവർ കോൺഷ്യസ്നെസ്. അതിലാണ് സർവം എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളും അതിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ മൈൻഡ്, ഈഗോ, സെൽഫ്, ഇത് 3 ഇല്ലാതാകുമ്പോൾ പിന്നെ പ്യുവർ കോൺഷ്യസ്നെസ്സേ ഉള്ളൂ. അത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് അല്ല, നമ്മളില്ല, അപ്പം മറ്റേത് മാത്രമേ ഉള്ളൂ. പുനർജന്മം എന്നൊക്കെ പറയുന്നതോ അതൊരു വേറെ ഒരു വലിയ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് ബാക്കി സംസാരിക്കാം. സാധാരണ തീരെ കൊച്ചുകുട്ടികൾ ഒരു 3-നും 6-നും ഇടയ്ക്ക് പ്രായമുള്ളവർ പെട്ടെന്ന് പറയും, എൻ്റെ വീട് ഇതല്ല, എൻ്റെ അച്ഛനും അമ്മയും നിങ്ങളല്ല, ഞാൻ ഇന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ആളാണ്, എൻ്റെ വീട് അതാണ്. ഈ കുട്ടിയെ അവിടെ കൊണ്ടുപോകുമ്പോൾ കുട്ടിയെ ആ സ്ഥലം റെക്കഗ്നൈസ് ചെയ്യുന്നു, വീട് റെക്കഗ്നൈസ് ചെയ്യുന്നു, ബന്ധുക്കളെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള 2000-ൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റഡി ചെയ്ത് ജേർണൽസിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു കുഴപ്പമുള്ളത്, ചിലപ്പോൾ ഈ മുജ്ജന്മത്തിലെ ആൾ മരിക്കുന്നതിന് മുമ്പാണ്
ഈ കുട്ടി ജനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു കേസ് അടുത്ത കാലത്ത് ഉത്തരേന്ത്യയിലുണ്ടായി. ഒരു കുട്ടി പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന സ്ഥലത്തായിരുന്നു, എന്നെ ഒരാൾ വെടിവെച്ച് കൊന്നാണ്. കുട്ടി അവിടെ കൊണ്ടുപോയപ്പോൾ കുട്ടിയെല്ലാം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. കഴിഞ്ഞ ജന്മത്തിൽ വെടിവെച്ച് കൊന്ന ആൾ ഇന്ന ആളാണെന്നും പറയുന്നു. ഇതറിഞ്ഞ് പോലീസ് വന്ന് ഈ കുട്ടിയോട് ചോദിക്കുന്നു, കഴിഞ്ഞ ജന്മത്തിൽ തന്നെ വെടിവെച്ച് കൊന്ന ആൾ എവിടെയാണ്? കുട്ടിയെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഇന്ന ആളാണ്. അപ്പോൾ അതുവരെ കേസ് തെളിഞ്ഞിട്ടില്ല. പോലീസ് പോയി അയാളെ പിടിക്കുന്നു, അയാൾ സമ്മതിക്കുന്നു കുറ്റം. ഈ കുട്ടിയെ ഈ കഴിഞ്ഞ ജന്മത്തിൽ അയാളെ ഞാനാണ് വെടിവെച്ച് കൊന്നത്. അയാളെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനൊരു കുഴപ്പമുള്ളത്, ഈ പ്രീവിയസ് ബർത്തിലെ ആൾ വെടികൊണ്ട് മരിക്കുന്നതിന് മുമ്പാണ് അമ്മ ഈ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുന്നത്. എത്രയോ മാസങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ വേറെ കേസ് നേരത്തെ ഇതുപോലെ റെക്കോർഡിലുണ്ട്. ബാക്കിയൊക്കെ കറക്റ്റാണ്. പക്ഷേ ഈ പ്രീവിയസ് ബർത്ത് മരിക്കുന്നതിന് മുമ്പാണ് ഈ കുട്ടി ജനിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? അപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷനേ ഉള്ളൂ. ഈ കുട്ടിയുടെ മെൻ്റൽ മേക്കപ്പ് ഈ മരിച്ച ആളുടെ മെൻ്റൽ മേക്കപ്പുമായിട്ട് വളരെ സാദൃശ്യമുള്ളതാണ്. അതുകൊണ്ട് ബൈ റെസണൻസ് ഈ കുട്ടിക്ക് ഇയാളുടെ മെമ്മറി കിട്ടിയതാണ്. അപ്പോൾ കുട്ടി റീബർത്തിൽ വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റി ജീവിക്കുന്നുണ്ട്. കുട്ടി അത് റിപ്രസ് ചെയ്യുന്നില്ല. കുട്ടി തുറന്ന് പറയുന്നു, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന ആളായിരുന്നു. പിന്നെ വളരെ അപൂർവമായിട്ട് ഈ 10-20 വയസ്സ് വരെ ഒരു പ്രീവിയസ് ബർത്തിൻ്റെ ഓർമ്മയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് പ്രീവിയസ് ബർത്ത് ഓർമ്മ വരുന്നു. അത് ചിലപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോഴായിരിക്കാം. അത് വളരെ അപൂർവമാണ്. അപ്പോൾ അതിന് നമ്മൾ എക്സ്പ്ലനേഷൻ പറയുന്നത്, നമ്മളുടെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക വയസ്സെത്തുമ്പോൾ നമ്മുടെ അപ്പോഴത്തെ മെൻ്റൽ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പണ്ട് ജീവിച്ചിരുന്ന ആരുടെയെങ്കിലും മൈൻഡുമായിട്ട് റെസണേറ്റ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ മെമ്മറി അപ്പം കിട്ടിയെന്ന് വരും. അങ്ങനെ ഒരു പ്രായമായതിനു ശേഷം ഇങ്ങനെ വേറൊരാളുടെ മെമ്മറി കിട്ടുന്നത് അപൂർവമാണ്. പക്ഷെ അങ്ങനത്തെ കേസുകളും ഉണ്ട്. പിന്നെ റീബർത്തിനെ പറ്റി ഒരു കാര്യവും കൂടെ പറഞ്ഞോട്ടെ, എങ്കിലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഈ പറഞ്ഞതിന് 2 എക്സെപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഈ വളരെ പോളിഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വില്ല് ചെയ്യാൻ സാധിക്കും. അയാൾക്ക് ഇതേപോലെ ഒരു റീ എക്സ്പ്രഷൻ വേണം. അത് ഏറ്റവും ക്ലിയറായിട്ട് ഉള്ളത് ടിബറ്റിലാണ്. ഞാൻ ടിബറ്റിൽ പോയിട്ടില്ല, പക്ഷേ ധർമ്മശാലയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ടിബറ്റൻ മോങ്സുമായിട്ട് കുറേ ഇൻറ്ററാക്ട് ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാമാമാർക്ക് മരിക്കുന്ന സമയത്ത് വില്ല് ചെയ്യാം, എനിക്ക് ഇതേപോലെ ഒരു റീ എക്സ്പ്രഷൻ വേണം. അപ്പോൾ അവർ പറയും, ഞാൻ ഇത്ര വർഷം കഴിഞ്ഞ് ഇന്നിടത്ത് ജനിക്കും, അപ്പോൾ നിങ്ങളവിടെ വരണം, ഈ ജന്മത്തിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ കൊണ്ടുവരണം, അത് കാണുമ്പോൾ എനിക്ക് ഈ ബർത്ത് ഓർമ്മ വരും എന്നൊക്കെ. എന്നിട്ട് ഇവർ അത്രയും വർഷം കാത്തിരുന്ന് അവിടെ ചെല്ലുമ്പോൾ ഇയാൾ പറഞ്ഞ പോലെ ഒരു കുട്ടി അവിടെ ജനിക്കും. അപ്പോൾ ഇവർ ഈ സാധനമൊക്കെ കാണിക്കുമ്പോൾ അയാൾക്ക് ഓർമ്മ വരും, ഞാൻ ഇന്ന് കഴിഞ്ഞ ജന്മത്തിൽ. അതെ 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 അതെ. പക്ഷേ അതിന് പറ്റുന്നൊരു ഫിസിക്കൽ എൻവയോൺമെന്റ് കൂടെ വേണ്ടേ അവിടെ? അതെങ്ങനെയാ സാധിക്കുക? അതെ, അതായത് ഇയാൾ വില്ല് ചെയ്യുമെന്നുള്ളതും ഇങ്ങനെ റീബർത്ത് സംഭവിക്കുമെന്നുള്ളതും എല്ലാം പ്രെഡിറ്റർമെൻ്റാണ്. അതെ, സാർ പറയുന്ന എല്ലാം പ്രീ ഡിറ്റർമിൻഡ് ആണ്. നമ്മുടെ എന്ത് സംഭവിക്കുന്നു അതെ അതെ. ഇൻഡിവിജ്വൽ കേസസിലും മൊത്തം യൂണിവേഴ്സിന്റെ കാര്യത്തിലും എല്ലാം അത് അതെ അതെ അതെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആക്ഷൻസിനൊക്കെ എന്താണ് റൂള്? നമ്മുടെ അല്ല, ഇത് നമ്മുടെ ആക്ഷൻ, നമ്മുടെ വില്ലിനും നമ്മുടെ ആക്ഷനും എല്ലാം എഫക്റ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ വില്ല് ഈ സിസ്റ്റത്തിനകത്ത് തന്നെയാണ് ഉള്ളത്, അത് സിസ്റ്റത്തിന് വെളിയിലല്ല. ഈവൻ നമ്മൾ വില്ല് ചെയ്യുന്നത് പോലും പ്രെഡിറ്റർമെൻ്റാണ്. തീർച്ചയായിട്ടും അത് വില്ല് ഫ്രീ അല്ല. വില്ലനുസരിച്ച് നമുക്ക് ആക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ വില്ല് ചെയ്യുമെന്നും
അത് അതുപോലെ ആക്ട് ചെയ്യുമെന്നുള്ളതെല്ലാം പ്രിഡിറ്റർമെൻ്റാണ്. ഫ്രീ എന്നുള്ളത് വേറൊരു നോഷൻ മാത്രമാണ്. അതെ ഫ്രീ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുന്നതെന്ന് മാത്രമേ ഇതിനകത്ത് അതെ അതെ അതെ, ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ഇൻറ്റൻഷൻ എന്നുള്ള അർത്ഥത്തിൽ ഫ്രീ ആണ്. വേറെ ആളുകളുടെ ഇൻഫ്ലുവൻസ് അല്ല, ഒരു വ്യക്തിയുടെ മൈൻഡിൽ നിന്ന് വരുന്ന ഒരു ഐഡിയ ആണ് എന്നുള്ള രീതിയിൽ ഫ്രീ എന്ന് പറയാം. ബേസിക്കലി ഡെസ്റ്റിനി ആണോ സർ? അതെ എന്ന് പറഞ്ഞ അതെ 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 വിൽ പവർ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ 2 പേര് കള്ള് കുടിക്കുന്നു, ഒരാൾ തീരുമാനിക്കുന്നു നാളെ തൊട്ട് ഞാൻ കുടിക്കുന്നില്ലെന്ന്. അയാൾ കുടിക്കുന്നില്ല, അയാൾ ഇതിന് വെളിയിൽ വരും. മറ്റേ ആൾക്ക് അത് പ്രീഡിറ്റർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഡിഗ്രി ഓഫ് സ്റ്റെബിലിറ്റി അനുസരിച്ചാണ് അയാളുടെ വിൽ പവർ നിൽക്കുന്നത്. ഇപ്പോൾ ഒരാൾ നാളെ തൊട്ട് ഞാൻ കുടിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ആൾക്ക് ഹൈ ഡിഗ്രി ഓഫ് അവയർനെസ് ആൻഡ് കൺട്രോൾ ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ ഭാഷയിൽ സ്റ്റെബിലിറ്റി എന്നാണ് പറയുന്നത്, അയാൾക്ക് അയാളുടെ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. അതെ അതെ ഡിറ്റർമിൻഡാണ്. അയാൾക്ക് സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് കൊണ്ട് അയാളുടെ ഇൻറ്റൻഷൻ അനുസരിച്ച് അയാൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെ പറയുമ്പോൾ സ്വന്തം നമ്മുടെ ഓരോ ആക്ഷനും നമ്മളെല്ലാം റെസ്പോൺസിബിൾ എന്നല്ലേ സാർ അപ്പൊ വരുന്നത്? ഇന്ന് വരുന്നില്ല, എവറിത്തിങ് ഈസ് പ്രീ ഡിറ്റർമിൻഡ്. അതെ അതെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഓൾറെഡി ഡിസൈഡ് ചെയ്യപ്പെട്ടതാണ്. അതെ, നമ്മളത് ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ നമ്മളല്ലല്ലോ അത് ചെയ്യുന്നത്, ലൈക്ക് നമ്മളൊരു ഉപകരണം മാത്രല്ലേ. അതിപ്പോൾ നമ്മളെന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് നമ്മുടെ സിസ്റ്റത്തിൽ കൂടെ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ. അപ്പോൾ ആ യൂണിവേഴ്സൽ എനർജി നമുക്ക് ചില പ്രത്യേക കഴിവുകൾ തന്നിട്ടുണ്ട്, അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ നോക്കുകയുള്ളൂ. ഇപ്പം നമുക്ക് സ്റ്റെബിലിറ്റി കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് തീരുമാനിച്ചാൽ അതുപോലെ നമുക്ക് ചെയ്യാനും പ്രവർത്തിക്കാനും കഴിയും. നേരെ മറിച്ച് നമുക്ക് സ്റ്റെബിലിറ്റി കുറവാണെങ്കിൽ നമുക്ക് വിൽ പവർ കുറവായിരിക്കും, സെൽഫ് കൺട്രോൾ കുറവായിരിക്കും. അതായത് ഓൾറെഡി ഡിറ്റർമിൻഡ് ആണ്, നമ്മുടെ വിൽ പവർ വെച്ചിട്ട് നമ്മളത് അച്ചീവ് ചെയ്യുന്നു ഇല്ലയോ എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ നമുക്കൊരു റോളും ഇല്ലല്ലോ. ആസ് എ ഹ്യൂമൻ ബീയിങ് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് അല്ലേ. ഇപ്പോൾ റോബോട്ടുകൾ ഇരിക്കുന്നു, ഒരു റോബോട്ടിന് വളരെ പവർ കാണും, അത് വളരെ എഫിഷ്യൻ്റായിട്ട് പ്രോഗ്രാം ചെയ്ത റോബോട്ട് വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കേപ്പബിളായിരിക്കും. നേരെ മറിച്ച് അത്ര നല്ല പ്രോഗ്രാമർ അല്ല ഒരു റോബോട്ട് ഉണ്ടാക്കിയെങ്കിൽ ആ റോബോട്ടിന് കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ കൂടുതൽ കപ്പാസിറ്റി ഉള്ള റോബോട്ട് പിന്നെ കൂടുതൽ കാശ് കൊടുത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ആ റോബോട്ടിന് കൂടുതൽ കഴിവുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് കൂടുതൽ കഴിവുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അത് നമ്മുടെ കഴിവ് തന്നെയാണ്. എൻ്റെ ഈ ജന്മത്തിലെ കർമ്മം അടുത്ത ജന്മത്തിലെ കർമ്മത്തിനെ ജീവിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഈ പുനർജന്മ ആശയം ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അത് വേറൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ബുദ്ധിസത്തിലെ ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. എല്ലാത്തിനും ഒരു കാരണമുണ്ട്, എല്ലാത്തിനും ഒരു കോൺസിക്വൻസ് ഉണ്ട്. അതായത് ബുദ്ധൻ തന്നെ പറയുന്നത് കാള പോകുന്നതനുസരിച്ചാണ് വണ്ടി പോകുന്നത്. അതായത് നമ്മുടെ കർമ്മം അനുസരിച്ചാണ് നമുക്ക് ഫലങ്ങൾ കിട്ടുന്നത്. പക്ഷെ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമെന്നുള്ളത് പ്രിഡിറ്റർമെൻ്റാണ്. അപ്പോൾ എല്ലാം പ്രിഡിറ്റർമെൻ്റാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ആക്ഷൻസ് സാർ, ഇപ്പം നമ്മൾ സൈക്കോ കില്ലേഴ്സ് അല്ലെങ്കിൽ പീഡോഫൈൽസ് ഒക്കെ ഉണ്ട്, അവരുടെയൊക്കെ ആക്ഷൻസ് ഓൾറെഡി അവർ ഹെൽപ്ലെസ് ആണോ അക്കാര്യത്തിൽ? അപ്പോൾ അവർ ജസ്റ്റ് ഡൂയിങ് വാട്ട് അതെ അതെ അതെ, നമ്മളെല്ലാം ടൂൾസാണ്, നമ്മളെല്ലാം ഓരോ റോള് പ്ലേ ചെയ്യാണ്. പക്ഷേ ഇതിനകത്തൊക്കെ ഒരു ലോജിക്കുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ഞാൻ നാടകം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നാടകം എഴുതുമ്പോൾ നമുക്കറിയാം എല്ലാവരും നല്ല കഥാപാത്രങ്ങളാണെങ്കിൽ അവിടെ നാടകമില്ല. അപ്പോൾ ദുഷ്ടകഥാപാത്രങ്ങൾ വേണം, നല്ല കഥാപാത്രങ്ങൾ വേണം, എങ്കിലേ നാടകമുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ഓരോ റോൾസ് പ്ലേ ചെയ്യാണ്. ഇതെല്ലാം പ്രിഡിറ്റർമെൻ്റ് ഡ്രാമയാണ്. ആ ഡ്രാമ നേരത്തെ എഴുതപ്പെട്ടിരിക്കുകയാണ്, നമ്മളിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. അതുപോലെ ഈ മരണത്തിന് ശേഷം, ഇപ്പോൾ ഒരാളുടെ മരണത്തിന് ശേഷം നെക്സ്റ്റ് എന്താണ്? അതോടുകൂടി അയാളെ ക്യാരി ചെയ്യുന്ന ബോഡി ഇല്ലാതാവുന്നു, അതോടുകൂടി അയാളുടെ ആ
നമ്മളിപ്പോ പല പല പേരുകൾ വെച്ചിട്ട് സോൾ എന്ന് പറയും, കോൺഷ്യസ്നെസ് എന്ന് പറയും. അതിനെന്താ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ നമ്മളൊരു ക്ലോസ്ഡ് സിസ്റ്റം ആണെന്നുള്ളതാണ്. ഈ വാസ്തവത്തിൽ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഒരു പോയിൻ്റ് ഓഫ് എക്സ്പ്രഷനാണ്. ഇപ്പം നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരുടെയും നമ്മളുടെ ബന്ധുക്കളുടെയും ഒക്കെ ഗ്രൂപ്പ് മൈൻഡിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് എക്സ്പ്രഷനാണ് നമ്മുടെ ഇൻഡിവിജ്വൽ മൈൻഡ്. പിന്നെ നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ ആ പോയിൻ്റ് ഓഫ് എക്സ്പ്രഷൻ തീരുന്നു എന്നേ ഉള്ളൂ. പിന്നെ നേരത്തെ ചോദിച്ച പുനർജന്മം, ഇപ്പം ഈ നമ്മളുടെ കർമ്മശിഷ്ടങ്ങൾ ഒരാളിൽ കൂടെ എക്സ്പ്രസ്ഡ് ആകാം, അല്ലെങ്കിൽ പലരിൽ കൂടെ എക്സ്പ്രസ്ഡ് ആകാം. ഇപ്പം നമ്മൾക്ക് നമ്മളുടെ മുജ്ജന്മ ഓർമ്മയില്ലാത്തത് നമ്മളുടെ കർമ്മശിഷ്ടങ്ങൾ ഒരാളിൽ നിന്നായിരിക്കില്ല വന്നത്. ഇപ്പം നമ്മുടെ പേരൻസിൻ്റെ കുറേ കോൺട്രിബ്യൂഷൻ കാണും, നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരുടെ കുറേ കോൺട്രിബ്യൂഷൻ കാണും. അതുകൊണ്ടാണ് നമുക്ക് ക്ലിയറായിട്ടൊരു പൂർവ്വജന്മം ഇല്ലാത്തത്. ഈ ആക്സിഡൻ്റൽ ഡെത്തിൽ ചിലപ്പോൾ അതേപോലെ റീഎക്സ്പ്രഷൻ ഉണ്ടായെന്ന് വരും. ഈ മുജ്ജന്മ ഓർമ്മയുണ്ടെന്ന് പറയുന്ന കുറേ കേസുകളിൽ ഈ പ്രീവിയസ് ബർത്ത് ആക്സിഡൻ്റൽ ഡെത്താണ്. അതായത് കുട്ടിക്കാലത്ത് തന്നെ എന്തെങ്കിലും അപകടത്തിൽ മരിക്കുക. അങ്ങനെയുള്ളപ്പം ആ കുട്ടിക്ക് മരിക്കുന്ന സമയത്ത് ഒരു സ്ട്രോങ് ഡിസയർ കാണും, ഇതേപോലെ ഒരു റീഎക്സ്പ്രഷൻ വേണമെന്ന്. അപ്പോൾ ആ രണ്ടാമത് ജനിക്കുന്ന കുട്ടിക്ക് മറ്റേ ജന്മ ഓർമ്മ വന്നെന്ന് വരാം. അവിടെ ഈ ഒരാളുടെ ആ മെൻ്റൽ കോംപ്ലക്സ് അതേപോലെ റീഎക്സ്പ്രഷൻ വരുന്നതുകൊണ്ടാണ് ഈ പൂർവ്വജന്മ ഓർമ്മ വരുന്നത്. അതുപോലെ ചില ഫോബിയാസ് ഉണ്ടല്ലോ, അധികം പേരും പാമ്പ് ഭയങ്കര പേടിയാണ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്ര പേടിയുണ്ട്. ചിലർക്ക് പല്ലീനെയാണ്. അതിനെയൊക്കെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? എന്തുകൊണ്ടാണ് ഈ ഫോബിയാസ് വരുന്നത്? അത് നമുക്ക് പൊതുവെ ആങ്സൈറ്റി കൂടുതലാണെങ്കിൽ അതെവിടെയെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ പറയുന്നത് ഫോബിയ മാറ്റാം, അതിന് ഈസി ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ ഒരു ഫോബിയ മാറ്റിയാൽ വേറൊരു ഫോബിയ വരും. നമ്മുടെ ബേസിക് പേഴ്സണാലിറ്റി കൂടുതൽ സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ് ശാശ്വതമായ പരിഹാരം. ഈ നോസ്ട്രഡാമസിന്റെ പ്രഡിക്ഷൻസ് പുരാണത്തിൽ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അങ്ങനെ ക്ലെയർ പോയിന്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ സെൻസ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ എഴുതിയെന്നാണ് സാർ പറഞ്ഞത്. അത് പല ലെവലിലുണ്ട്. ഈ സൈക്കിക്സ് തന്നെ പറയുന്നത് ഈ ഒരാൾക്ക് സൈക്കിക് എബിലിറ്റി കൂടുന്തോറും അയാൾ കൂടുതൽ മിണ്ടാതിരിക്കുകയുള്ളൂ, അയാൾ വെളി പറയത്തില്ല. കാരണം ഇത് പറഞ്ഞാൽ വലിയ കോൺട്രഡിക്ഷന് ചെന്ന് ചാടും. ഏറ്റവും സൈക്കിക്കായിട്ടുള്ളവർ നോക്കുക പോലുമില്ല. അവർക്ക് നോക്കിയാൽ അറിയാം അവരെ എന്ന് മരിക്കുമെന്ന് പോലും അവർ നോക്കത്തില്ല. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റുപ്പിഡായി പോകും. അപ്പം ഈ ഒരാളുടെ ലെവലനുസരിച്ചാണ് അയാൾ എത്രമാത്രം ഈ കഴിവുകളൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ നോസ്ട്രഡാമസ് ഒക്കെയാണ് അങ്ങേ അറ്റത്തെ സിയേഴ്സായിട്ട് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഈ അറിവുള്ളവർ പറയുന്നത് അവരൊക്കെ വാസ്തവത്തിൽ ഈ കഴിവ് കുറഞ്ഞവരാണ്. അതുകൊണ്ടാണ് അവരിതൊക്കെ എഴുതി വെച്ചത്. അത് എല്ലാം ഒന്നും ശരിയാകത്തുമില്ല. ഇതിങ്ങനെ ആവർത്തിച്ചു ഈ മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങൾ വീണ്ടും ഈ കഴിഞ്ഞു പോയത് വീണ്ടും ഇങ്ങനെ ഇല്ല അത് ഇന്ത്യയിൽ അങ്ങനെ ഒരു തിയറി ഉണ്ട്. പക്ഷേ ഇത് പാരാസൈക്കോളജി ഇല്ല. ഈ സൈക്കിക്കായുള്ള ആൾക്കാരുടെ ലൈഫ് എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ് സാർ? ഈ പറഞ്ഞ പോലെ എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നുണ്ട്, നാളെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞതുപോലെ ഈ സൈക്കിക് എബിലിറ്റി ഒരു ചെറിയ അളവ് ഉള്ളവരാണ് അവർക്ക് ഇങ്ങനെ പ്രൊമോഷൻ കിട്ടുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഇതൊരു വിഷ്യ സർക്കിളാണ്. പക്ഷേ രക്ഷപ്പെടാൻ സാധിക്കാതെ വരും. പക്ഷേ കൂടുതൽ സൈക്കിക്കായിട്ടുള്ളവർ നോക്കത്തേ ഇല്ല. അല്ല അവരിതങ്ങ് സപ്രസ് ചെയ്യും. അവരുടെ സൈക്കിക് എബിലിറ്റി ഉപയോഗിച്ച് തന്നെ ഇത് അങ്ങ് അവർക്ക് സപ്രസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അവർ നമ്മൾ സാധാരണ മനുഷ്യരായിട്ട് ജീവിക്കുകയുള്ളൂ. പിന്നെ അതെ, എല്ലാം പ്രിഡിറ്റർമെൻ്റ് ആണെന്ന് അവർക്കറിയാം. അവരൊന്നിനെ പറ്റിയും വറീഡല്ല എന്നുള്ളതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. ബേസിക്കലി എല്ലാം ഡിറ്റർമിൻഡ് ആണെങ്കിൽ നമ്മൾ ഒന്നിനെ പറ്റി സാർ പറഞ്ഞ പോലെ വറീഡ് ആവണ്ട എന്നാണല്ലോ. എല്ലാവർക്കും എങ്ങനെയാണോ നിയോഗം അതനുസരിച്ച് നടക്കും. അതെ. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം.
നമ്മൾ ചായ കുടിക്കണമെങ്കിൽ നമ്മൾ ചായ ഉണ്ടാക്കിയാലേ കുടിക്കാനൊക്കെ. അപ്പോൾ എല്ലാം പ്രിഡിറ്റർമെൻ്റാണ്. ചായ കുടിക്കാൻ വിധിയുണ്ടെങ്കിൽ ചായ വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കാതെ വിശന്നിരിക്കേണ്ടി വരും. ചായ കുടിക്കാൻ വിധി ഉണ്ടെങ്കിൽ എന്തായാലും ചായ ഫ്രണ്ടിൽ വരുമല്ലോ എന്ന് പറഞ്ഞിരുന്നാൽ വിധി ഇയാളും മടി പിടിച്ചിരിക്കും, ഇയാൾക്ക് ചായ കിട്ടത്തില്ല എന്നുള്ളതാണ് വിധി. അപ്പൊ അതായിരിക്കില്ലേ പ്രീഡിറ്റർ? അതെ അതെ. അപ്പം നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. അതാണ് ഡിപ്പെൻഡൻറ്റ് കോസേഷൻ എന്ന് ബുദ്ധൻ പറഞ്ഞത്. നമുക്കൊരു പർട്ടിക്കുലർ കോസ് വേണമെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള കർമ്മം ചെയ്തേ പറ്റുള്ളൂ. സർ, ഇപ്പൊ ഈ സൈക്കോളജിക്കൽ ഈ സ്റ്റഡീസ് ഒക്കെ അല്ലെങ്കിൽ ഈ സാർ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഓറിയന്റൽ ഫിലോസഫിയിലും അതുപോലെ തന്നെ വെസ്റ്റേൺ ഫിലോസഫിയിലും പല രീതിയിൽ ഇത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏത് ഫിലോസഫിയാണ് കൂടുതലും ഇതിനോട് ചേർന്ന് നിൽക്കുന്നത്? വെസ്റ്റേൺ ആണോ ഓറിയന്റൽ? ഈ ഇന്ത്യയിലൊരു പ്രത്യേകത, ആദ്യം തൊട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യവും കൂടുതൽ ചിന്തയും എഴുത്തുമൊക്കെ നടന്നിട്ടുണ്ട്. വെസ്റ്റേൺ വേൾഡിൽ ഇത് കുറവാണ്, പക്ഷെ ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ പലരും എഴുതിയിട്ടുള്ളത് വെസ്റ്റിൽ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് പേരെ പറഞ്ഞു കാണുകയുള്ളൂ. പക്ഷേ ഈ സബ്സ്റ്റൻസ് ഒക്കെ അവിടെയുണ്ട്. അവനവൻ സൈക്കിക് ആണോ എന്ന്, അല്ലെങ്കിൽ ടു വാട്ട് എക്സ്റ്റെന്റ് സൈക്കിക് ആണെന്ന് ഒരു മനുഷ്യൻ എങ്ങനെ ഡീൽ ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്. അതിൽ നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, എത്രമാത്രമുണ്ട്, അത് എഴുതി വരുന്ന സ്കോർ കിട്ടും. അപ്പോൾ അതുകൊണ്ടറിയാം. പക്ഷേ ഇതൊന്നും വേണ്ട, നമ്മൾക്ക് ഈ അനുഭവങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് സ്വയം ആലോചിച്ചാൽ മതി. അതുണ്ടാവും. പക്ഷെ അവരെ സൈക്കിക് എന്നല്ല പറയുന്നത്, സ്പിരിച്വൽ എന്നാണ് പറയുന്നത്. സൈക്കിക് എന്ന് പറയുന്നത് ESP, സൈക്കോകൈനസിസ്, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടുതലുള്ളവരെയാണ് സൈക്കിക് എന്ന് പറയുന്നത്. സ്പിരിച്വൽ എന്ന് പറയുന്നവർക്ക് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അതായത് അവരുടെ മൈൻഡ് ഫ്ലെക്സിബിളായിരിക്കും. പക്ഷെ അവരിങ്ങനെയുള്ള കപ്പാസിറ്റീസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഡെലിബറേറ്റായിട്ട് അവരത് കട്ട് ചെയ്തിരിക്കുന്നു. സാർ ഒരു കോൺവെർസേഷനിൽ പറയണ്ടായി എന്താ വശീകരണ മന്ത്രം, അങ്ങനെ വശീകരിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു ഒരു കോൺവെർസേഷനിൽ. അത് ശരിക്കും ഉള്ളതാണോ? അല്ല, ഇപ്പോൾ താങ്കൾക്ക് ആരെങ്കിലും വശീകരിക്കണമെങ്കിൽ ഒരു മന്ത്രവാദിയെ ചെന്ന് കാണുക. അപ്പോൾ മന്ത്രവാദി പറയും, ഞാൻ ഭസ്മം ജപിച്ചു തരാം. അതായത് വശീകരണത്തിന് മന്ത്രമുണ്ട്. ആ മന്ത്രം അക്ഷരലക്ഷം ഞാൻ ജപിച്ചിട്ട് ഭസ്മം തരികയാണ്. അപ്പോൾ താങ്കളത് കൊണ്ടുപോയി ആരെയാണ് വശീകരിക്കേണ്ടത് അയാൾക്ക് ചായയെല്ലാം മറ്റോ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ചിലപ്പോൾ നടക്കും. അത് എങ്ങനെ നടക്കുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ താങ്കൾ ചായ ഉണ്ടാക്കി ഇയാളെ വിളിച്ച് അയാൾ കാണാതെ ഭസ്മം ഇട്ട് കൂടുതൽ പഞ്ചസാരയൊക്കെ ഇട്ട് ഭസ്മത്തിൻ്റെ രുചി വരാതിരിക്കാൻ കൊടുക്കുമ്പോൾ താങ്കൾക്കൊരു കോൺഫിഡൻസ് വരും. ഇന്ന മന്ത്രവാദി തന്ന ഭസ്മമാണ്, ഭയങ്കര പവറാണ്, അക്ഷരലക്ഷം ജപിച്ചതാണ്. അപ്പോൾ താങ്കളുടെ ആ ബിലീഫ് കൊണ്ട് താങ്കൾ ഇയാളെ വീട്ടിലേക്ക് വിളിക്കുന്നു. എൻ്റെ വീട്ടിൽ ഊണ് കഴിക്കാൻ വരണം, ഇത്രാം തീയതി. അയാൾ പേടിച്ച് വരും, കാരണം താങ്കൾ ഭയങ്കര കോൺഫിഡൻസിലാണ് വിളിക്കുന്നത്. അങ്ങനെ കോൺഫിഡൻസ് കൊണ്ട് വിളിച്ചുകൊണ്ട് ആരെങ്കിലും അങ്ങനെ വരികയും ഇൻഫ്ലുവൻസ്ഡ് ആവുകയും ചെയ്യുമോ? ചെയ്യും. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സാർ? അത് എനിക്ക് പരിചയമുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡിയുടെ കൂടെ ഒരു പയ്യനുണ്ട്. പയ്യനൊരു വളരെ റിച്ച് ആയിട്ടുള്ള വീട്ടിലെ പയ്യനാണ്. പക്ഷെ ഇവരുടെ കൂടെ സോംബിയെ പോലെ ഇങ്ങനെ നടക്കും. അപ്പം ഇതെങ്ങനെയാണ് ഈ പയ്യനെന്ന് അത്ര മണ്ടനൊന്നുമല്ല. പയ്യന് ഒരുപാട് ഫിസിക്കൽ സിംറ്റംസ് ഉണ്ട്. ബ്ലഡ് പ്രഷർ ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്യും, ഭയങ്കരമായിട്ട് ഡൗൺ ആവും. ഇങ്ങനെ ഫിസിക്കൽ സിംറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പയ്യനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് എന്താണ് ഈ പയ്യന് പറ്റിയത്. പയ്യൻ്റെ വീട്ടിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഒരു ദിവസം എവിടെയോ പോയിട്ട് തിരിച്ചു വരുന്ന വഴി പയ്യൻ്റെ വീട്ടിലൊക്കെ പോയി. അപ്പോൾ വളരെ റിച്ച് വീടാണ്, നാട്ടിൻപുറത്താണെന്നേ ഉള്ളൂ.
ഈ പയ്യൻ നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ഈ സ്ത്രീയുടെ കൂടെ ദാസനെ പോലെ ഇങ്ങനെ നടക്കും. അപ്പോൾ ഒരു ദിവസം ഈ സ്ത്രീയോട് ഞാൻ ചോദിച്ചു, ഈ വശ്യത്തിന് എന്ത് ചെയ്യണം? അപ്പോൾ പുള്ളി പറഞ്ഞു, ഇന്ന മന്ത്രവാദിയുടെ അടുത്ത് ചെന്നാൽ മതി, അയാളിങ്ങനെ വശ്യം മന്ത്രം പറഞ്ഞിട്ട് ഭസ്മം തരും, അത് സാധാ എങ്ങനെ ആർക്കെങ്കിലും ചായയിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു ജേർണലിസ്റ്റിന് ഈ ലേഡിയെ പരിചയപ്പെടണമെന്ന് പറഞ്ഞു. ഈ ലേഡിയുടെ വീട്ടിൽ പോയി. ഞാൻ ഈ ലേഡിയോട് നേരത്തെ പറഞ്ഞ് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ ജേർണലിസ്റ്റ് എൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ലേഡി ചായ ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടി ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ലേഡി 3 കപ്പിൽ ചായ എടുത്തിട്ട് ഒരു കപ്പിൽ ഇങ്ങനെ ഒരു ഡപ്പി തുറന്ന് ഈ ഭസ്മം ഇടുന്നത് ഞാൻ കണ്ടു. അത് ഞങ്ങൾക്ക് 3 പേർക്കും തരികയും ചെയ്തു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അത് നമ്മുടെ ബിലീഫാണ്, അത് ടെലിപ്പതിക്കായിട്ട് സപ്പോസ് ഇഫ് ദ അതർ പേഴ്സൺ ഈസ് സ്ട്രോങ്, അപ്പോൾ നടക്കണ്ട ഇല്ല, അത് അങ്ങനെയാണ് നടക്കത്തില്ല. ഞാൻ ഈ ലേഡിയോട് ചോദിച്ചു, ഇപ്പം എനിക്ക് ചിലപ്പോൾ ഇത് തന്നു കാണും. അത് ഞാൻ ചോദിച്ചു, ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് പലപ്പോഴും ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ സാറിന് വർക്ക് ചെയ്യത്തില്ല, സാറ് പാരാസൈക്കോളജിസ്റ്റ് അല്ലേ. അപ്പോൾ ലേഡിയുടെ കോൺഫിഡൻസ് ഇല്ല, എനിക്കിത് വർക്ക് ചെയ്യുന്നു. ഈ ഒരു സൈക്കിക് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഒരാൾ ഐഡിയലി താങ്കളൊരു പാരാസൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരാൾ ഐഡിയലി എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ രാത്രി ഇറങ്ങുമ്പോൾ ഒരു പ്രേതത്തിനെ കണ്ടാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതൊന്ന് പറയുക, സുഖമാണോ? അതെന്റെ സൈക്കിക് എക്സ്പീരിയൻസ് കൊണ്ട് വരുന്നതാണ് സാർ പറഞ്ഞ അനുസരിച്ച്. ഇനി ഒരു രഹസ്യം ഞാൻ പറയും. ഈ സാധാരണ എല്ലാവരും ഈ ഗോസിനെ കാണുമെന്ന് പേടിച്ച് നടക്കുകയാണ്. പക്ഷേ ഞാൻ ഈ കാണണമെന്നും പറഞ്ഞ് നടക്കുകയാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഒന്ന്, ഈ ഗോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലും ടൈം സ്ലിപ്പാണ്. അതായത് പണ്ട് നടന്ന ഒരു കാര്യം നമ്മളിപ്പോൾ കാണുന്നു. അല്ല, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഇത് സംഭവിച്ചിട്ടില്ല, ഞാൻ തിയറിറ്റിക്കലായിട്ട് പറയാണ്. പക്ഷെ ഒരു ദിവസം രാത്രി ഞാൻ വെളിയിലിറങ്ങി നിൽക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു രൂപം കണ്ടു എന്ന് വിചാരിച്ചു. അപ്പോൾ ആ രൂപം യഥാർത്ഥ ടൈം സ്ലിപ്പാണെങ്കിൽ ഇപ്പോൾ ചുറ്റുപാടുമൊന്നും ഇപ്പോഴത്തെ പോലെ ആയിരിക്കത്തില്ല. ഇപ്പോൾ 200 വർഷം മുമ്പ് ഇവിടെ ജീവിച്ച ഒരാളുടെ രൂപമാണ് ഞാൻ കാണുന്നതെങ്കിൽ ഈ ചുറ്റുപാട് 200 വർഷം മുമ്പ് എങ്ങനെയിരുന്നു അതുപോലെ ആയിരിക്കും ഞാൻ കാണുന്നത്. പരിസരവും അതനുസരിച്ച് മാറും. അതാണ് എൻ്റെ ടെസ്റ്റ്. അപ്പം അങ്ങനെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ശ്രമിക്കുന്നത് ഇയാളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനാണ്. സാധാരണഗതിയിൽ അയാൾ നമ്മളെ കാണത്തില്ല, മിക്കവാറും ഒരു സംഭവമായിരിക്കും നമ്മൾ കാണുന്നത്. ആഗ്രഹിച്ചാൽ നടക്കണമെന്നില്ല, നമ്മൾ സൈക്കിക് ആണെങ്കിലേ നടക്കൂ. ഞാൻ സ്വല്പം സൈക്കിക്കാണ്, പക്ഷെ കൂടുതൽ സൈക്കിക്കല്ല. അപ്പോൾ കേട്ടിട്ടുണ്ട്, I don't know if it is true that you, as a part of your study, you connected with somebody in Sri Lanka when that person was dying or having some problem, and then ഞാൻ പലരുമായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ശ്രീലങ്കയിലുള്ള ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതുപോലെ എല്ലാ ഡിസംബർ 31 രാത്രി മെഡിറ്റേഷൻ ഇരിക്കുന്നു. പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. അത് നിർത്തി. അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അത് ടൈം ട്രാവൽ എന്ന് പറയുന്ന ഒരു ടൈം മെഷീൻ എന്ന് പറഞ്ഞൊരു നോവലൊക്കെ ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ തന്നെ ഫ്യൂച്ചർ സെൽഫ് ഇൻട്രാക്ട് ചെയ്യാം എന്നൊരു തിയറിയാണ്. അതിന് നമ്മളൊരു പ്രത്യേക ഡേറ്റും സമയവും വെച്ച്, അത് ഡിസംബർ 31 അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ എല്ലാ അങ്ങനെയുള്ള ദിവസവും ഒരു കൃത്യ സമയത്ത് നമ്മുടെ ഫ്യൂച്ചർ സെൽഫുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ള എക്സ്പെരിമെൻറ്റ്സൊക്കെ ഞാൻ മുമ്പ് ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഇല്ല. ഈ പലരും തെറ്റിദ്ധരിക്കുന്ന പോലെ അങ്ങനെ വലിയ സ്പെക്ടാക്കുലറായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കുണ്ടായിട്ടില്ല.
എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാരാനോർമൽ എക്സ്പീരിയൻസ് സാറിന് ഉണ്ടായിരുന്നു? അത് എന്തായിരുന്നു? ഒരു ശബ്ദമാണ്, ഒരു കാഴ്ചയാണ്? അല്ല, അത് ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ ഒരു പക്ഷി ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ആ പക്ഷിയെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പക്ഷി തിരിഞ്ഞു നോക്കി ഇങ്ങ് പറന്നു പോകും. നേരം പറഞ്ഞ് ഞാൻ പക്ഷിയെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് എന്നെ ശ്രദ്ധിക്കത്തില്ല, അത് അവിടെ തന്നെ ഇരിക്കും. ഞാൻ എൻ്റെ അടുത്തൂടെ അങ്ങ് നടന്നു പോകും. അപ്പോൾ നമ്മൾ ഒരു പട്ടിയെയോ പൂച്ചയെയോ പക്ഷിയെയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് സെൻസ് ചെയ്യും. അത് ടെലിപ്പതിയാണ്. പിന്നെ ഒരു പൂച്ച ഇങ്ങനെ ഒരു മതിലിൽ ഇങ്ങനെ സാധാരണ ഇരിക്കും ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ. അപ്പം ഞാൻ ദിവസം അതിനെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി അത് രാവിലെ എന്നെ കാണുന്ന ഉടനെ മ്യാവും എന്ന് പറയും. അതിൻ്റെ ഭാഷയിലുള്ള ഗുഡ് മോർണിംഗ് ആണ്. അപ്പോൾ ചില ദിവസം ഞാൻ ദൂരെ നിന്ന് എത്തുമ്പോഴേ അത് തിരിഞ്ഞു നോക്കി ഞാൻ അടുത്തെത്തുമ്പം മ്യാവും എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ സൈക്കിക് എക്സ്പീരിയൻസ് ആണ്. സാറിന് പാരാസൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്കുള്ള ചോദ്യമാണ്, ഈ നമ്മുടെ ചലച്ചിത്രങ്ങളിലൊക്കെ ഈ ഭൂതപ്രേതാദികളെയൊക്കെ എപ്പോഴും പോർട്രേ ചെയ്യുന്നത് മറ്റേ രാത്രിയാകുമ്പോൾ വെള്ളസാരി എടുത്ത് മുടി അഴിച്ച് നടക്കുന്ന യക്ഷിയായിട്ടാണ്. അത് ഈ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ പാരാസൈക്കോളജി പാരാനോർമൽ എക്സ്പീരിയൻസിനെ ജനങ്ങൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അതെ അതെ. അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, ഈ കൺസെപ്റ്റ് എല്ലാം ഡെവലപ്പ് ചെയ്തത് ചില സോഷ്യൽ റിക്വയർമെൻ്റ് അനുസരിച്ചാണ്. ഇതെനിക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ യക്ഷി സങ്കല്പം, പിന്നെ ഒടിയൻ സങ്കല്പം, ഇതൊക്കെ ഒരു കാലത്ത് വളരെ ആവശ്യമായിരുന്നു നമ്മുടെ സമൂഹത്തിൽ. കാരണം ഈ പണ്ട് ഈ വളരെ റിച്ചായിട്ടുള്ള ആളുകൾ, അക്കാലത്ത് നമ്പൂരിമാരൊക്കെ എന്ന് വിചാരിക്കുക, അവരിങ്ങനെ ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കുറേ പണമൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഈ മടിശീല എന്ന് പറഞ്ഞ് തുണിസഞ്ചിയിൽ. അപ്പോൾ ഇവരെയൊക്കെ വീഴ്ത്താനായിട്ട് ഈ സ്ത്രീകൾ നിൽക്കും. സ്ത്രീകളും വളരെ ബുദ്ധിയുള്ളവരാണ്. അവർ ഈ പാല പൂക്കുമ്പോൾ പാലയുടെ അടിയിലൊക്കെയാണ് നിൽക്കുന്നത്. കാരണം ഈ പാലയുടെ സ്മെല്ല് ഈ സെക്സ് ഡ്രൈവിനെ കൂട്ടും. അപ്പോൾ ഇവർക്കറിയാം പാലയുടെ ചുവട്ടിൽ നിന്നാൽ ആ സമയത്ത് ഒരു പുരുഷനെ വീഴ്ത്താൻ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ നമ്പൂരിമാരൊക്കെ പോകുമ്പോൾ ഇവർ ചിരിക്കും, ചുണ്ണാമ്പ് ചോദിക്കും. അപ്പോൾ ഈ സ്ത്രീകളെ കണ്ട് ഈ പാലയുടെ സ്മെല്ലും ഒക്കെ അടിക്കുമ്പോൾ ഇയാൾക്കൊരു കാമ വികാരം ഉണ്ടാകും. അപ്പോൾ ഈ പെണ്ണ് ഇയാളുടെ കയ്യിലൊക്കെ തൊടും. അപ്പോൾ വീട്ടിലേക്ക് ക്ഷണിക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആണുങ്ങൾ ഇയാളെ തല്ലിക്കൊന്ന് ഇയാളുടെ മടിശീല എടുക്കും. അപ്പോൾ ഇത് അന്തർജനങ്ങൾ മനസ്സിലാക്കി അവരുണ്ടാക്കിയ കഥയാണ്. ഇങ്ങനെ യക്ഷികൾ പാലയുടെ ചുവട്ടിൽ നിൽക്കും, അവർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി നിങ്ങളെ കൊന്നു തിന്നും. രാവിലെ നിങ്ങളുടെ ഒരു കരിമ്പനയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ നിങ്ങളുടെ എല്ലൊക്കെ താഴെ കിടക്കുന്നു. അപ്പോൾ നമ്പൂരിമാരിങ്ങനെ യാത്ര പോകുമ്പോൾ അന്തർജനം പറഞ്ഞു ഓർക്കും. അപ്പോൾ പാലയുടെ ചുവട്ടിൽ സ്ത്രീ നിൽക്കുന്നത് കണ്ട് അവർ തിരിഞ്ഞ് ഓടി രക്ഷപ്പെടും. അതേ ധൈര്യം കിട്ടാൻ വേണ്ടി, ഇതിൽ വീണു പോകാതിരിക്കാൻ. ഇത് അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അതോ മരിച്ച ദുഷ്പേര് മാറ്റാൻ വേണ്ടി വേറൊരു കഥ ഇറക്കി? അല്ലല്ല, ഇത് പേടിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ഇംഗ്ലീഷ് ഹൊറർ മൂവീസിലൊക്കെ ജീവനില്ലാത്ത വസ്തുക്കളിൽ ഈ പ്രേതബാധ അതിനെ കുറിച്ചിട്ട് കുറെ വരാറുണ്ട്. ഇപ്പൊ ഒരു പാവ അല്ലെങ്കിൽ ഒരു അലമര, ഒരു ആർട്ടിഫാക്ട്സിലൊക്കെ വരാറുണ്ട്. അത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. ഈ ആർട്ടിഫാക്ട്സിനകത്ത് ഒരു സ്പിരിറ്റ് ഇരിപ്പുണ്ടെന്ന്. പക്ഷെ വാസ്തവം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ഓബ്ജക്ട്സിനും അസോസിയേറ്റഡ് വൈബ്രേഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഓബ്ജക്ട്സിനും ഇവിടുത്തെ സംഭവങ്ങളുമായിട്ട് ഒരു ലിങ്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് ബാഗ് ഒരു സൈക്കിക്കിൻ്റെ കൈ കൊടുത്താൽ സൈക്കിക്ക് കുറേ സമയം ബാഗ് കൈവച്ചിട്ട് നിങ്ങളുടെ പേര് വരെ പറഞ്ഞെന്ന് വരും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വരും. അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓബ്ജക്ട്സിന് അസോസിയേറ്റഡ് വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ആൻറ്റിക് ഷോപ്പിൽ പോയി ഒരു കത്തി വാങ്ങിക്കുന്നു എന്ന് വിചാരിക്കുക. ആ കത്തി ഒരുപാട്
കൊലപാതകങ്ങൾക്ക് ഉപയോഗിച്ച ഒരു കത്തിയാണെന്ന് വിചാരിക്കുക. ആ കത്തി നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് മലക്കറി അറിയാൻ പറ്റിയ കത്തിയാണ്. പെട്ടെന്ന് നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങളോട് മോശമായിട്ട് സംസാരിക്കുന്നു. നിങ്ങളറിയാതെ നിങ്ങൾ കത്തിയെടുത്ത് അമ്മായിയമ്മയെ കുത്തിയെന്ന് വരും. കാരണം ആ കത്തി കത്തി മറ്റേ കൊലപാതകങ്ങളായിട്ടൊക്കെ ലിങ്ക്ഡാണ്. അത് നിങ്ങളുടെ മനസ്സിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. അപ്പോൾ ആ കത്തിയിൽ എന്തെങ്കിലും ഒരു സ്പിരിറ്റ് ഇരിക്കുന്നതുകൊണ്ടല്ല, കത്തി അത് നടന്ന സംഭവങ്ങളുമായിട്ടൊക്കെ ലിങ്ക്ഡാണ്. ഓബ്ജക്ട്സിനൊക്കെ അസോസിയേറ്റഡ് മെമ്മറി ഉണ്ട് എന്നാണ് പാരാസൈക്കോളജി പറയുന്നത്. ഇത് സയന്റിഫിക് ആണോ? അല്ലേ, ഒരുപാട് കാര്യങ്ങൾ ഹൈപ്പോത്തറ്റിക്കാണ്. സയൻസിൽ ഹൈപ്പോത്തസിസ് അലൗഡാണ്. ഇതിനിപ്പോൾ ഡെഫിനറ്റ് എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ് എവിഡൻസ് കുറവാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇത് നമ്മൾക്ക് ഒരു ഹൈപ്പോത്തസിസ് ആയിട്ട് പറഞ്ഞേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഉണ്ട്. അതെ അതെ, അത് നമ്മളെല്ലാവരും കണക്റ്റഡാണ്. പ്രത്യേകിച്ച് ഒരേപോലെ മൈൻഡുള്ളവർ കൂടുതൽ കണക്റ്റഡാണ്. ഒരേപോലെയുള്ള മെന്റൽ മേക്കപ്പ് സാർ നേരത്തെ പറഞ്ഞു, അത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരേപോലത്തെ മെന്റൽ മേക്കപ്പ്? അത് ട്വിൻസിൻ്റെ കാര്യം എടുത്താൽ മതി. ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ അത് വളരെയധികം അവർ തമ്മിൽ ഓവർലാപ്പ് ഉണ്ട്. അങ്ങനെ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് വളരെ വ്യത്യാസം ഉണ്ടെങ്കിലേ അങ്ങനെ സംഭവിക്കുള്ളൂ. ഇല്ല, അത് ഫ്രട്ടേണൽ ട്വിൻസ് സംഭവിക്കാം. ഐഡൻറ്റിക്കൽ ട്വിൻസ് സാധാരണ ഒരേ സ്വഭാവമായിരിക്കും സാധാരണ. പിന്നെ ചിലപ്പോൾ പേരൻസ് ഒരു ഡിഫറൻ്റായിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ വ്യത്യാസം വരാം. ഇല്ല, ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ ഒരേപോലെ ആയിരിക്കും. സാധാരണ അവിടെ സ്വഭാവം ഒന്നുപോലെയാണ്. വ്യത്യാസം വരാം. അത് അങ്ങനെയാണെങ്കിൽ വ്യത്യാസം വരാം. ചില ചില വാർത്തകളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കാണും ഈ നരബലി നടക്കുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പൊ ഇതൊന്നും നമ്മളൊരു എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും അറിയുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ. അപ്പോൾ സാർ ഇതൊക്കെ കൃത്യമായി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്? ഇങ്ങനെ ഒരു കൾട്ട് ഗ്രൂപ്പുകൾ ഉണ്ട്, അവർക്കൊരു സീക്രട്ടീവ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതെ, ലോകത്തെമ്പാടും ഈ ഒരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇംഗ്ലണ്ട് ഏറ്റവും സയൻറ്റിഫിക്കലി അഡ്വാൻസ്ഡ് കൺട്രിയാണ്. ഇപ്പോൾ അവിടെ 3000-ൽ കൂടുതൽ വിച്ചസ് കോവൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ അവരുടെ രീതിയിലുള്ള ട്രഡീഷണൽ മന്ത്രവാദം. അതായത് ഇപ്പോൾ ഈ ട്രഡീഷണലായിട്ടുള്ള മതങ്ങളിലൊക്കെ ഉള്ള ആളുകളുടെ വിശ്വാസം കുറഞ്ഞു. അതിനൊരു നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. ഇപ്പോൾ വെസ്റ്റിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ചർച്ചസൊക്കെ മിക്കവാറും അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ട്രഡീഷണൽ ക്രിസ്ത്യാനിറ്റിയിൽ ആളുകൾക്ക് വിശ്വാസമില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ മൂഡിലാണ്. ഇപ്പോൾ അമേരിക്കയിൽ ഒരുപാട് ബുദ്ധിസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. അവരിങ്ങനെ പല മതങ്ങളൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യും, ബാക്കി മതങ്ങളൊക്കെ പഠിക്കും. അതിൻ്റെ കൂടെ ഈ മന്ത്രവാദം ഇങ്ങനെയുള്ള ഒക്കൾട്ട് പരിപാടികൾ ചെയ്ത് നോക്കും. അപ്പോൾ ആ ഒരു ചേഞ്ച് ഇന്ത്യയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണോ? ഇതിനൊരു നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. ചീത്ത വശം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചിലർ നരബലി ചെയ്ത് നോക്കും അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി. പിന്നെ ഈ ചില മന്ത്രവാദികൾ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഇപ്പം ഈ ഭൗതികവാദികൾ പറയുന്ന പോലെ എല്ലാ മതത്തിലും ഒരു അന്ധവിശ്വാസമുണ്ട്, അന്ധവിശ്വാസി എലിമെൻ്റുണ്ട്, ഡോഗ്മാറ്റിസം ഉണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഒരതിർത്തി വരെ പഴയ കാലത്തെ ഈ മൊറാലിറ്റിയൊക്കെ നിലനിന്ന് പോയിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ റിലീജിയസ് ഡോഗ്മാറ്റിസം കുറയുന്നത് കൊണ്ട് ഈ പഴയ മോറൽ വാല്യൂസും കുറഞ്ഞു വരികയാണ്.
ഇപ്പോൾ ഡൈവേഴ്സ് റേറ്റ് വളരെ കൂടി വരുന്നു. ഇപ്പോൾ പഴയ കാലത്ത് ഇങ്ങനെ കല്യാണം ഇങ്ങനെ അമ്പലത്തിൽ വെച്ച് നടക്കുന്നു, അല്ലെങ്കിൽ പള്ളി വെച്ച് നടക്കുന്നു. അപ്പോൾ ഈ താലി എന്ന് പറയുന്നതിനൊരു സേക്രഡ്നെസ് ഉണ്ട് എന്നൊക്കെ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഈ മൊറാലിറ്റിയൊക്കെ നിലനിന്നിരുന്നത്. ഇപ്പോൾ ഈ ഡോഗ്മാറ്റിക് റിലീജിയോസിറ്റി പോയതോടെ എന്തിന് ഞാനിങ്ങനെ ഒരു ഒരു ഭാര്യയെ ഒരു ഭർത്താവുമായിട്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു, ഞാൻ സ്വതന്ത്രമായിട്ട് ജീവിക്കാം. അങ്ങനെ ഇപ്പോൾ ഡൈവേഴ്സ് റേറ്റ് കേരളത്തിൽ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയ കാലത്ത് ഇങ്ങനെ ചതിക്കാൻ പാടില്ല, അങ്ങനെ ചില മൂല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മതങ്ങളുടെ ഒരു ഹോൾഡ് പോയപ്പോൾ ഇങ്ങനെ വിശ്വാസതയുമൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. What is the aim to which you are moving to now? എയിംലെസ്നെസ് ആണ് എൻ്റെ എയിം. അതായത് നേരത്തെ പറഞ്ഞ പോലെ നടക്കാനുള്ളതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രത്യേകിച്ച് ഒന്നിൻ്റെയും പുറകെ പോകാതിരിക്കുക. Do you pray? അതായത് നമ്മൾ പ്രേ ചെയ്യുന്നതിൻ്റെ അർത്ഥം നമുക്ക് ട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഈ വാസ്തവത്തിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത്, ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സങ്കല്പത്തിലാകാൻ പാടില്ല. അതിൻ്റെ എഫക്റ്റ് വളരെ കുറവാണ്, നമ്മുടെ പ്രൊജക്ഷനാണ്. ആബ്സല്യൂട്ട് ഫെയ്ത്ത്, ആബ്സല്യൂട്ട് ട്രസ്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിലാണ്, അല്ലെങ്കിൽ ശുദ്ധബോധത്തിലാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രേ ചെയ്യത്തില്ല. ഇപ്പോൾ യൂണിവേഴ്സ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്ത് സംഭവിച്ചാലും അത് യൂണിവേഴ്സിൻ്റെ ആ ഓർഡറിൽ അല്ലെങ്കിൽ സ്കീം ഓഫ് തിങ്സിൽ വരുന്നതാണ്. ഇത് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ അത് മാറ്റാൻ പറയേണ്ട കാര്യമില്ല. You are talking quite similar to the Advaitic principles. എന്താണ് അദ്വൈതിക് പ്രിൻസിപ്പിൾ? Everything, universe is what becomes, universe is what is, and universe is what you are. അതെ അതെ, ശരിയാണ്.